ബേക്കൽ മഖാം ഉറൂസിനോടനുബന്ധിച്ച് വർഷം തോറും നടത്തിവരുന്ന ഉറൂസ് പരിപാടി ഈ വർഷം 11 ദിവസത്തെ മതപ്രഭാഷണങ്ങളും അതിനോടനുബന്ധിച്ച് മറ്റ് പല പരിപാടികളോടെയും സംഘടിപ്പിക്കപ്പെട്ടു വരികയാണ്. മതപ്രഭാഷണത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ഇൻഷാ അല്ലാഹ് മണ്ണറയിലെ വിശേഷങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം, ആ വലിയ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ദുനിയാവിൽ നമുക്ക് മനുഷ്യന്മാരായി ജീവിക്കാനുള്ള അവസരം ലഭിച്ചത്. ഈ ദുനിയവിയായ ജീവിതം നമ്മൾ ജീവിച്ചു തുടങ്ങുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ചില ഇടങ്ങളിൽ കൂടെ നമ്മൾ ജീവിച്ചവരാണ്. അഥവാ ശരീരമില്ലാതെ റൂഹുകൾ മാത്രം സംഗമിച്ച ഒരു ലോകം, ആലമുൽ അർവാഹ്. ആ ആലമുൽ അർവാഹ് കഴിഞ്ഞതിന്റെ ശേഷം ഉമ്മമാരുടെ ഗർഭാശയത്തിലുള്ള ജീവിതം, ആലമുൽ ബത്തുൻ. ആ ഗർഭാശയ ജീവിതവും കഴിഞ്ഞ് ആലമുദ്ദുനിയ എന്ന് പറയുന്ന ദുന്യവിയായ ലോകത്ത്, ദുന്യവിയായ ജീവിതത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ഈ 3 ജീവിതത്തെയും പരിശുദ്ധമായ ഖുർആനിലൂടെ, അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ പരിശുദ്ധമായ ഖുർആനും അതുപോലെ തിരുവചനങ്ങളും ഈ ദുനിയവിയായ ജീവിതത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നില്ല. ഇനിയും ഈ ദുനിയവിയായ ജീവിതത്തിന്റെ ശേഷം മറ്റ് പല ഇടങ്ങളിലേക്കും യാത്ര ചെയ്യാനുള്ളവരാണ് നമ്മൾ. ഈ ദുനിയാവ് കേവലം ഒരു വിശ്രമ കേന്ദ്രം മാത്രമാണ്. വളരെ കുറഞ്ഞ വർഷങ്ങൾ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കാലയളവ് ഈ ദുനിയാവിൽ വിശ്രമിക്കാൻ വേണ്ടി മാത്രം വന്ന ആളുകളാണ് നമ്മൾ. ഈ ദുനിയാവ് കഴിഞ്ഞു പോയാൽ, ആലമുദ്ദുനിയ കഴിഞ്ഞു പോയാൽ, ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ഒരു ലോകം വരാനുണ്ട്. ബർസഖിയായ ലോകത്തേക്ക് നമ്മളെല്ലാവരും പോവാനുള്ളവരാണ്. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറമാകുന്ന ലോകം, ആഖിറമാകുന്ന വീട്, ആ ആഖിറമാകുന്ന ലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി ചെല്ലാനുള്ള ഇടം അത് ഖബറാണെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖബറു ഹഖ്ഖുൻ, ഖബർ ഹഖ്ഖാണ്. ഖബറിലേക്ക് നമ്മളെല്ലാവരും പോവണം എന്ന വിഷയത്തിൽ നമ്മിൽ ഒരാൾക്കും സംശയമില്ല. എന്നാൽ ആ ഖബറിലെത്തിയിട്ട് കേവലം മറ്റ് ജന്തുജാലങ്ങളെ കുഴിച്ചുമൂടുന്നത് പോലെ അവിടെ കുഴിച്ചുമൂടി അതിൽ നിന്ന് ദ്രവിച്ച് മണ്ണോട് അലിഞ്ഞു ചേർന്നു പോകുന്ന കേവലം ഒരു പ്രക്രിയയാണ് ഈ ഖബർ ജീവിതം എന്ന് നമ്മളാരും മനസ്സിലാക്കാൻ പാടില്ല. ആ ഖബറിലെത്തിയാൽ പിന്നെ അവിടെ പല വിശേഷങ്ങളും ഉണ്ട്. ആ ഖബറിന് പല കഥകളും നമ്മളോട് പറയാനുമുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിനെ കുറിച്ച് ധാരാളം വഅലുകൾ മഹാന്മാരായ നക്ഷത്രതുല്യരായ സ്വഹാബത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ വലിയ വഅലുകൾ
സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളുടെ ധാരാളം വഅലുകൾ കേൾക്കുന്ന സ്വഹാബത്ത് സ്വർഗത്തിനെ കുറിച്ചുള്ള വഅല് ഹബീബായ തങ്ങൾ പറയാറുണ്ട്. അതുപോലെ നരകത്തിന്റെ വിശേഷങ്ങളും അവിടെയുള്ള അദാബുകളും അവിടെയുള്ള യാതനകളും ഹബീബായ തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിൽ വിവരിക്കാറുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ധാരാളം സ്വഹാബത്ത് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാറുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കേൾക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകം പറയുമ്പോഴും അതുപോലെ സ്വർഗം പറയുമ്പോഴും മറ്റ് ഏത് വിഷയങ്ങൾ വഅദ് പറയുമ്പോഴും ഉള്ളതിനേക്കാളും കൂടുതൽ സ്വഹാബത്ത് പേടിയോടെ കേട്ടിരുന്ന വിഷയം അത് റസൂലുള്ളാഹിന്റെ ഖബറിനെ കുറിച്ചുള്ള വഅലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനെ കുറിച്ചുള്ള വഅല് ആ സ്വഹാബത്ത് കേൾക്കുമ്പോ മറ്റൊന്നിനെയും കേൾക്കുന്നത് പോലെയല്ല. അവർ വലിയ പേടിയോടുകൂടെയാണ് ആ ഖബറിലുള്ള വിശേഷങ്ങളും ആ ഖബറിലുള്ള അദാബുകളും നബി തങ്ങളുടെ തിരുവായിൽ നിന്ന് അവർ ശ്രവിച്ചിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈനിയാൻ, നബി തങ്ങളുടെ 2 മക്കളെ വിവാഹം കഴിച്ച സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ മഹാന്മാരായ ആളുകൾ പറയുന്നത് കാണാം, കാന ഉസ്മാനു ഇദാ വഖഫ അലാ ഖബ്രിൻ ബകാ ഹത്താ യബുല്ല ലിഹ്യതു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഏതെങ്കിലും ഒരു ഖബറിന്റെ ചാരത്തെങ്ങാനും പോയി നിന്നാൽ മഹാനായ ഉസ്മാൻ തങ്ങൾ അവിടുന്ന് കരയാൻ തുടങ്ങുകയാണ്. മഹാനവറുകൾ വല്ലാതെ നിയന്ത്രണം കിട്ടാതെ കരയുകയാണ്. അവിടുത്തെ താടി രോമങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നു പോവുകയാണ് ഖബറിന്റെ സമീപത്ത് പോയി നിൽക്കുമ്പോൾ. ഫഖീല ലഹു, ആ സമയത്ത് മഹാനായ ഉസ്മാൻ തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, തദ്കുറുൽ ജന്ന വന്നാറ വലാ തബ്കി വതബ്കി മിൻ ഹാദാ. അല്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, നിങ്ങൾ നരകത്തിനെ പറയാറുണ്ടല്ലോ, നരകത്തിനെ കുറിച്ച് അവിടുന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ വതദ്കുറുൽ ജന്നത വന്നാറു, അവിടുന്ന് നരകത്തെയും സ്വർഗത്തെയും ഓർക്കാറുണ്ട്, പറയാറുണ്ട്. എന്നാൽ വലാ തബ്കി, ആ നരകത്തെ പറയുമ്പോ അത്ര കണ്ട് തന്നെ മഹാനവറുകളെ അങ്ങ് കരയാറില്ലല്ലോ. വതബ്കി മിൻ ഹാദാ, എന്നാൽ ഈ ഖബറാകുന്ന ഈ 6 അടി മണ്ണിനെ കാണുമ്പോ എന്തിനാണ് ഇങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പറഞ്ഞൊരു മറുപടിയുണ്ടോ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, എന്തിനാണ് ഞാൻ സ്വർഗത്തിനെ കേൾക്കുമ്പോഴും നരകത്തിനെ കേൾക്കുമ്പോഴും ഇല്ലാത്ത രൂപത്തിൽ ഈ ഖബറിനെ കേൾക്കുമ്പോ കരയുന്നതെന്നറിയുമോ? ലോകത്തിലെ ഗുരുവായ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, ആഖിറമാകുന്ന അതേ ഒടുക്കമില്ലാത്ത ശാശ്വതമായ അറ്റമില്ലാത്ത ആ ലോകത്തിലുള്ള തുടക്കം ഏതാണെന്നറിയുമോ? അത് ഖബറാണ് സ്വഹാബ. فإن نجا منه أحد فما بعده أيسر. ആ ഖബറാകുന്ന ലോകത്തെ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ആ ഖബറിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് സിറാത്ത് പേടിക്കാനില്ല, അവന് മീസാന് പേടിക്കാനില്ല, അവന് നരകം പേടിക്കാനില്ല. എന്നാൽ فإن لم ينج منه
فما بعد أشد منه. ആ ഖബറാകുന്ന ലോകത്തിൽ ഏതെങ്കിലും ഒരാളെ പരാജയപ്പെട്ടു പോയാലോ അവന് സിറാത്ത് കടക്കാൻ കഴിയൂല. മീസാനിൽ നന്മയുടെ ഭാഗം തൂങ്ങിക്കിട്ടൂല. വലതയിൽ കിതാബ് കിട്ടൂല. സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. ഇതെല്ലാം വലിയ പ്രയാസമാണ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം, ആ വിജയം തീരുമാനിക്കുന്ന സ്ഥലം അത് സിറാത്ത് പാലമല്ല, അത് മീസാൻ എന്ന് പറയുന്ന തുലാസുമല്ല, അതുപോലെ അല്ലാഹു തആല കിതാബുകൾ വിതരണം ചെയ്യപ്പെടുമ്പോഴുമല്ല, മറിച്ചോ ഒരു മനുഷ്യൻ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടോ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അവൻ രക്ഷപ്പെടുകയാണ്. ഇനി ആ ഖബറിലെങ്ങാനും അവൻ പരാജയപ്പെട്ടു പോയാൽ പിന്നെ ഒരു സ്ഥലത്തും അവൻ രക്ഷയില്ല. അതല്ലേ മഹാനായ താവി ഉസ്താദ് അവിടുത്തെ മവാഹിബുൽ ജലീൽ പറയുന്നത് കാണാം. സയ്യിദുനാ ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു എന്താണെപ്പോഴും ഇത് കണ്ടോ വിലപിക്കുവായ സയ്യിദി വിറകൊണ്ട്. അതേ മഹാനായ ഉസ്മാൻ തങ്ങളോ ഖബർ കാണുമ്പോ കരഞ്ഞു പോകുന്നു. ഖബർ കാണുമ്പോ പേടിച്ചു പോകുന്നു. മഹാനവറുകൾ ഖബറിന്റെ ചാരത്ത് എത്തിയാൽ അവിടുന്ന് പാടാറുണ്ട്. അവിടുന്ന് ആ ഖബറിന്റെ സമീപത്ത് ചെന്നിട്ട് സെൽഫി എടുക്കുകയല്ല, അവിടുന്ന് ആ ഖബറിന്റെ മീസാൻ കല്ലിനെ ഒപ്പിയെടുത്തുകൊണ്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇട്ട് ഷെയർ ചെയ്യുകയല്ല. ആ ഖബറിന്റെ സമീപത്ത് എത്തിയാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അറിയാതെ അങ്ങ് പാടുകയാണ്. فإن تنجي منها تنجي من ذي عليمة وإلا فإني لا أخلاك ناجيا. അതേ ആറടി മണ്ണാകുന്ന ഖബറിന്റെ ചാരത്ത് ചെന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ ഉസ്മാൻ തങ്ങളെ പാടുകയാണ്. ഫയതുൻജി മിൻഹാ തുൻജി മിൻ ദി അലീമത്തി വഇല്ലാ ഫഇലാ അഖല്ലക നാജിയാ. മോനെ നീ എങ്ങാനും ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തുഞ്ചി മിൻ ദി അലീമത്തി, ഏറ്റവും വലിയതിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ ആഖിറമാകുന്ന പ്രത്യേകമായ ലോകം ഇതുവരെയുള്ള ലോകം പോലെയല്ല. അർവാഹുകളുടെ സ്ഥലത്ത് നമുക്കൊരു റോളുമില്ലായിരുന്നു. ഉമ്മാന്റെ ഗർഭാശയത്തിലും നമുക്ക് യാതൊരു റോളുമില്ലായിരുന്നു. ഈ ദുനിയാവിലെത്തിയപ്പോൾ ഇവിടം മുതലാണ് നമ്മളുടെ റോള് തുടങ്ങുന്നത്. ഇവിടം മുതലാണ് പരീക്ഷാ സെന്ററിലുള്ള ജീവിതം നമ്മൾ തുടങ്ങുന്നത്. ദുനിയാവ് പരീക്ഷണ കേന്ദ്രമാണ്. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരീക്ഷണ കേന്ദ്രത്തിൽ
ഇവിടെ നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന റിസൾട്ട് വരുന്ന ഒന്നാമത്തെ കേന്ദ്രം, ആ കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ പോസിറ്റീവായ റിസൾട്ടാണോ കിട്ടുന്നത്? എന്നാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, ഫയതുൻജി മിൻഹാ തുൻജി മിൻ ദി അലീമതി ഫഇല്ലാ ഫഇല്ലാ അഖല്ലക നാജിയാ. ഖബറാകുന്ന ലോകത്ത് നിന്ന് നീ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് പേടിക്കാനില്ല, ഭയപ്പെടാനില്ല. പിന്നെ എല്ലാ സ്ഥലവും അതിനേക്കാളും എളുപ്പമുള്ള സ്ഥലങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്നും ഖബർ കാണുമ്പോ കരഞ്ഞുപോയ നേതാവാണ്. ഓ യുവാക്കളെ, ഓ ഉമ്മമാരെ, നാളെ നമ്മളും പോയി കിടക്കാനുള്ള ഖബറിന്റെ വിശേഷങ്ങളല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറയാണ്. മഹാനായ ബറാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജനാസ. ഞങ്ങൾ നബി തങ്ങളോടുകൂടെ ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫജലസ അലാ ശഫീരിൽ ഖബരി. ആ ജനാസ കൊണ്ടുപോയിട്ട് 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് വെച്ചു. നബി തങ്ങൾ ആ ഖബറിന്റെ സമീപത്ത് ഇരുന്നു. എന്നിട്ട് നബി തങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഫബകാ. ആ ഖബറിന്റെ ചാര നിന്നിട്ട് ഹബീബ് കരയുന്നു, ഹബീബ് വിതുമ്പുന്നു. മാത്രമല്ല നബി തങ്ങൾ ആ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളെ കരയിപ്പിക്കുകയാണ്. നബി തങ്ങൾ കരഞ്ഞു എന്ന് മാത്രമല്ല, ആ ഖബറുകളിൽ ചുറ്റുമിരിക്കുന്ന സ്വഹാബത്തിനെ നബി തങ്ങളെ കരയിപ്പിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, യാ ഇഖ്വാനി, ഓ സഹോദരങ്ങളെ, ഓ കൂട്ടുകാരെ, ലിമിസ്ലി ഹാദാ ഫഅഇദൂ. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലൊരു ഖബർ വരാനുണ്ട്. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലിമിസ്ലി ഹാദാ, ഇതുപോലത്തെ ഒന്നിന് വേണ്ടിയിട്ട് ഫഅഇദൂ, നിങ്ങളും ഒരുങ്ങണം കേട്ടോ, തയ്യാറാവണം കേട്ടോ. ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. എങ്ങനെയാ ഖബറിലേക്ക് പോകുമ്പോൾ ഒരുങ്ങേണ്ടത്? വിദേശ യാത്ര പോകുന്ന ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. ആ ആളതാ ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരുങ്ങുകയാണ്. എങ്ങനെയാ ഒരുങ്ങുന്നത്? തന്റെ കൂട്ടുകാരോടവൻ യാത്ര പറയുന്നു, ഞാൻ ഇന്നാലിന്ന ഡേറ്റിന് ഇന്നാലിന്ന രാജ്യത്തേക്ക് പോവുകയാണ്, ജോലിക്ക് പോവുകയാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരോട് യാത്ര ചോദിക്കുകയാണ്. മാത്രമല്ല, ആ സ്ഥലത്ത് എത്തിയാൽ അവന് ധരിക്കാനുള്ള ഡ്രസ്സുകൾ അവന്റെ പാക്കറ്റിൽ അവൻ വെക്കുന്നുണ്ടോ? അതുപോലെ അവൻ എയർപോർട്ടിൽ നിന്ന് കടന്നു പോകാനുള്ള പാസ്പോർട്ട് അവന്റെ കയ്യിലുണ്ട്. അതുപോലെ അവന്റെ കയ്യിൽ വിസയുണ്ട്, ടിക്കറ്റുണ്ടോ? അതുപോലെ എല്ലാ വിഷയങ്ങളും അവൻ തയ്യാറാക്കി യാത്രക്ക് റെഡിയാവുകയാണ്. എന്നാൽ മോനെ, ഫ്ലൈറ്റിന് പകരം നമ്മളെ കൊണ്ടുപോകാൻ നമ്മളുടെ വീട്ടിലേക്ക് വരാനില്ല 6 കാലുള്ള കട്ടിലില്ലേ?
കട്ടിലിൽ ഏത് സമയത്താ നമ്മക്കെല്ല ടിക്കറ്റ് എടുത്തതെന്നറിയില്ല, ഏത് സമയത്താ കട്ടിലിൽ നമ്മൾ കിടക്കേണ്ടതെന്നറിയില്ല, ഏത് സമയത്താണ് ആ കട്ടിലിൽ നമ്മളെ യാത്ര ചെയ്യേണ്ടതെന്നറിയില്ല. ആരൊക്കെയാണ് നമ്മളുടെ ആ കട്ടിലിനെ ഡ്രൈവ് ചെയ്ത് പിടിച്ചു കൊണ്ടുപോകുന്നവരെന്നറിയില്ല. സുബ്ഹാനല്ലാഹ്. ആ യാത്രക്ക് പോകുമ്പോ നിന്റെ കയ്യിൽ വേണ്ടത് പാസ്പോർട്ടല്ല, നിന്റെ കയ്യിൽ വേണ്ടത് വിസയല്ല, അതുപോലെ ഭക്ഷണമോ അല്ലെങ്കിൽ വസ്ത്രമോ അല്ല, മറിച്ചോ تزود من معاشك للمعاد وقم لله واعمل خير زادي ولا تجمع من الدنيا كثيرا فإن المال يجمع للنفاذ أترضى أن تكون رفيق قومي لهم زاد وأنت بغير زاد. ഖബറാകുന്ന ലോകത്തേക്ക് ചെന്നാൽ സുബ്ഹാനല്ലാഹ്, അവിടെ നീ വിരലി കടിക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നീ എന്താണ് ആ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടതെന്നറിയോ? തസവ്വദ് മിമ്മാ ശിക ലിൽമആദി وقم لله واعمل خير زادي. മോനെ, ഈ നീ ജീവിക്കുന്ന ഈ ദുനിയാവിൽ നിന്നും നിനക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലത്തേക്ക് നീ നന്നായിട്ട് അധ്വാനിക്കണം. നീ നന്നായിട്ടോ ചരക്കുകളെ ശേഖരിക്കേണ്ടതുണ്ടോ? وقم لله واعمل خير زادي ولا تجمع من الدنيا كثيرا فإن المال يجمع للنفاذ. മോനെ, ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ പോവാനുള്ളതാണ്, നശിക്കാനുള്ളതാണ്. ഈ ദുനിയാവിലുള്ള സമ്പത്തുകൾ കരസ്ഥമാക്കാൻ നീ ഓടേണ്ടതില്ല. ഈ ദുനിയാവിന് വേണ്ടിയിട്ട് നീ വ്യഗ്രതപ്പെടേണ്ടതില്ല. ഈ ദുനിയാവിൽ കൂടുതൽ സമ്പാദിക്കണമെന്ന മോഹവുമായി നീ നടക്കേണ്ടതില്ല. എന്തേ കാരണമെന്നറിയുമോ? فإن المال يجمع للنفاذ. ഈ സമ്പാദ്യങ്ങളെല്ലാം നാളെ നശിക്കാനുള്ളതല്ലേ, വിട്ടുപോകാനുള്ളതല്ലേ. ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ അതൊന്നും നാളെ നമുക്ക് ഖബറിലേക്ക് കൊണ്ടുപോകാനുണ്ടാവുകയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ ബേക്കൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഏറ്റവും വലിയ പണക്കാരനെയും കഫൻ ചെയ്യുന്നത് 3 കഷ്ണം തുണി കൊണ്ടാണ്. ഏറ്റവും പാവപ്പെട്ടവനെയും കഫൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് 3 കഷ്ണം തുണിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിന്റെ പേരാണ്. അപ്പൊ ഭാര്യക്ക് എന്താ പറയാ? അവര് പറഞ്ഞു എന്താ പെയിനാച്ചി എന്നായി മംഗലാപുരത്ത് പെന്നായി എന്നാണ് പറയാന്ന് പറഞ്ഞു. ഉസ്താദ് കേട്ടത് പെരിച്ചായി എന്നാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഉസ്താദ് അവിടെ നിന്ന് നല്ലൊരു ദുആ,
പടച്ചോനെ ഈ നാട്ടിലുള്ള സകല പെരിച്ചായികൾക്കും സുഖപ്രസവം നൽകണേ. അപ്പൊ ഈ നാട്ടുകാർ ചിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു എന്താ ചിരിക്കുന്നത്? അപ്പയാണ് അവർ പറഞ്ഞു, ഉസ്താദെ പെരിച്ചായി അല്ല പെന്നായി ആണ്. അപ്പോ പല നാട്ടിലും അല്ലേ പല ഭാഷകളുമായിരിക്കും. സുബ്ഹാന ജല്ല ജലാലുഹു. ആ പ്രവാസിയായ മനുഷ്യൻ തന്റെ വർഷങ്ങളുടെ അധ്വാനമാണ് ഒരു നല്ല വീട് പണിയത്. ആ വീടിന്റെ കുടി കൂടാനുള്ള ദിവസങ്ങളൊക്കെ നിശ്ചയിച്ചു, അതിന്റെ ഡേറ്റ് ഒക്കെ കണ്ടു. സുബ്ഹാനല്ലാഹ്, നാളെ ആ വീട്ടിന്റെ പ്രവേശനം നടക്കുകയാണ്. നല്ല സന്തോഷത്തിലാണ് ഭാര്യയും മക്കളും, ഈ ഗൃഹനാഥനാകാൻ പോകുന്ന ഈ യുവാവും നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ്. സുബ്ഹാനല്ലാഹ്, നാളെ രാവിലെ സുബഹിക്ക് ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സയ്യിദന്മാരോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പള്ളിയിലെ ഖാദിയെ വിളിച്ചിട്ടുണ്ട്, ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്, മുതഅല്ലിമീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നാട്ടിലുള്ള സകലമാന ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ഉത്സവമായി നടത്താൻ നിശ്ചയിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, നാളെ നടക്കാൻ പോകുന്ന ആ സന്തോഷം ആലോചിച്ചുകൊണ്ട് ഈ യുവാവ് തന്നെ വീട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്നൊരു നെഞ്ചുവേദന ഇങ്ങ് വരുന്നതോ. പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയാണ്. ആദ്യം കാര്യമാക്കിയില്ല. കാരണം നെഞ്ചുവേദനയുടെ പേരിൽ എങ്ങാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ നാളെ നടക്കാനുള്ള ഫംഗ്ഷന് കേടുവരും, നാളെ നടക്കാനുള്ള പരിപാടി നിശ്ചയിച്ചതുപോലെ നടക്കൂല. ആദ്യം അത് കാര്യമാക്കിയില്ല, അത് പ്രശ്നമാക്കിയില്ല. ഇപ്പോൾ മാറുമെന്ന ചിന്തയിൽ തന്നെ നിന്നു. സുബ്ഹാനല്ലാഹ്, സമയങ്ങൾ ഇങ്ങനെ കഴിയും തോറും വേദന ഇങ്ങനെ കൂടി വരികയാണ്, ശക്തി കൂടി വരികയാണ്. അവസാനം നിൽക്കാൻ കഴിയുന്നില്ല, ഗത്യന്തരമില്ല. വീട്ടുകാരെ എങ്ങനെയോ വിളിച്ചുണർത്തുകയാണ്. വീട്ടുകാരെ അതേ വണ്ടി സംഘടിപ്പിച്ച് അടുത്തുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോകുന്നു. മോനെ, ഇതാണ് ദുനിയാവ്, ഇതാണ് ദുനിയാവെന്ന് പറയുന്നതോ. നമ്മൾ നിശ്ചയിച്ചതുപോലെ ഒരു വിഷയം ഇവിടെ നടന്നുകൊള്ളണമെന്നില്ല. നമ്മളുടെ കണക്കുകൂട്ടലുകളൊന്നും ഈ ദുനിയാവിൽ നടന്നുകൊള്ളണമെന്നില്ല. സുബ്ഹാനല്ലാഹ്, വീട്ടുകാരി വലിയ വിഷമത്തിലാവുകയാണ്. നാട്ടുകാര് മരണവാർത്ത കേട്ടപ്പോ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം വരെ നല്ല ആരോഗ്യത്തോടെ നിന്ന ആളാണല്ലോ, ഇന്ന് രാവിലെ വീട്ടിലെ കൂടുതൽ നിശ്ചയിച്ച ആളാണ്, പുതിയ വീട്ടിലേക്ക് കയറാൻ നിശ്ചയിച്ചവനാണ്. പക്ഷേ ആ മനുഷ്യൻ നല്ല മണിമാളികയിലേക്ക് കയറാനുള്ള ദിവസമാണ് നിശ്ചയിച്ചതെങ്കിലോ അല്ലാഹു തആല കണക്കാക്കിയത് ഖബറാകുന്ന വീട്ടിലേക്കുള്ള പ്രവേശന കർമ്മമാണ്. എന്നാൽ ഏറെക്കാലമായല്ലോ താൻ പ്രവാസ ലോകത്ത് അധ്വാനിച്ച് നിർമ്മിച്ച വീടാണ്. ഒരു ദിവസമെങ്കിലും ആ വീട്ടിലൊന്ന് കിടക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചവനാണ്. പക്ഷേ ആ വീട്ടിൽ ഒന്ന് കിടക്കാൻ അല്ലാഹു തആല അവനെ ഖളാക്കിയിട്ടില്ല. അപ്പോഴാണ് ഏതോ ഒരു കാരണം വന്നു. അല്ലെങ്കിൽ നാട്ടിൽ ആ മരിച്ച സുഹൃത്തിന്റെ ഒരു സുഹൃത്ത് വരികയാണ്. അദ്ദേഹം തന്റെ ഈ മരിച്ച ആളുടെ ഭാര്യയോട് അല്ലെങ്കിൽ ബാപ്പാനോട് അല്ലെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട ആളുകളോട് ചെന്ന് ചോദിക്കുന്നു, അല്ലയോ മോളെ, നിന്റെ ഭർത്താവിന്റെ ഏറെക്കാലത്ത് അധ്വാനമാണല്ലോ
ഈ കാണുന്ന വീട്, ഈ വീട്ടിൽ ഒന്ന് അന്തിയുറങ്ങണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചവനല്ലേ നിന്റെ ഭർത്താവ്. ഏതായാലും അല്ലാഹുവിന്റെ ഖലാ പോലെ സംഭവിച്ചു മരണപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ആ ഭർത്താവിന്റെ മയ്യത്തെങ്കിലും ഈ വീട്ടിൽ കിടത്തിക്കൂടെ, ഈ വീട്ടിൽ വെച്ചുകൂടെ. ഇത് ചോദിക്കുമ്പോ ഭാര്യയുടെ മറുപടി എന്താണ്? ആദ്യമായിട്ടൊരു വീട്ടിലേക്ക് മയ്യത്ത് കയറ്റുകയോ പറ്റൂല. ആദ്യമായിട്ടൊരു വീട്ടിൽ മയ്യത്ത് കയറ്റുകയോ, അവിടെ ഞങ്ങൾക്ക് താമസിക്കണ്ടേ? സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ മനുഷ്യന്റെ അധ്വാനം, വിയർപ്പിന്റെ തുള്ളികളാണ് ആ കാണുന്ന മണിമാളി. ഈ മനുഷ്യന്റെ വിയർപ്പ് തുള്ളികളാണ് ആ വലിയ വീടായിട്ട് മാറിയത്. എന്നാൽ ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയാൽ ആ ജഡം, ആ മയ്യത്ത് ആ പുതിയ വീട്ടിലേക്ക് കയറ്റാൻ പോലും മക്കൾക്ക് സമ്മതം ഉണ്ടാകൂല. ആ വീട്ടിലേക്ക് കയറ്റാൻ ഭാര്യയ്ക്ക് സമ്മതമുണ്ടാകൂല. സുബ്ഹാനല്ലാഹ്. അവസാനം ഗത്യന്തരമില്ലാതെ ആ വീടിന്റെ പോർച്ചിൽ വെച്ചുകൊണ്ട് എടുക്കുകയാണ്. ആ വീടിന്റെ കാർ പോർച്ചിൽ വെച്ചുകൊണ്ട് മയ്യത്ത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് എടുത്തുകൊണ്ടുപോവുകയാണ്. ഇതാണ് ദുനിയാവ്. അതാണ് മഹാന്മാരായ ആളുകൾ പറഞ്ഞത്, ഫഇന്നൽ മാല യജ്മഉ ലിൽഫാദി. മോനെ, സമ്പത്ത് നാളെ ഖബറിലേക്ക് നിനക്ക് കൊണ്ടുപോകാൻ കിട്ടൂല. ആ സമ്പത്ത് മുഴുവനും നശിക്കാനുള്ളതാ. ഇതും പറഞ്ഞ് മഹാനായ ഖുർത്തുബി ഇമാം ചോദിക്കുകയാണ്, അത്തറല്ലാഹ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദു വഅൻത ബിഗൈരി സാദി. മോനെ, നീ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടോ ആ ബർസഖിയായ ലോകത്തേക്ക് ചെല്ലുമ്പോ അവിടെ വലിയ വലിയ മഹാന്മാരില്ലേ, ധാരാളം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത, അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ച, അല്ലാഹുവിന് വേണ്ടി മാസങ്ങളോളം നോമ്പനുഷ്ഠിച്ച ധാരാളം ആളുകളില്ലേ. ആ ലോകത്തേക്ക് അത് ഒരു മുതലുമില്ലാതെ ചെല്ലുന്നത് നിനക്ക് പ്രയാസമില്ലേ? നിനക്കത് സന്തോഷമാണോ? മഹാനവറുകൾ ചോദിക്കുകയാണ്, അതാണ് തലം തർഹൽ ബിസാദിം മിനത്തുഖാ ولقيت بعد الموت ما قد تزودا. ഈ ദുനിയാവിൽ നിന്ന് നീ അതേ ഖബറാകുന്ന ലോകത്തേക്ക് ചെല്ലുമ്പോ, ബർസഖിയായ ലോകത്തേക്ക് ചെല്ലുമ്പോ നിന്റെ കയ്യിൽ യാതൊരു മുതലുമില്ലെങ്കിലോ അതുപോലെ വലഖീത ബഅദൽ മൗതി മാ തസവദാ. അവിടെ ചെല്ലുമ്പോ ധാരാളം ആളുകൾ നിനക്ക് കാണാൻ കഴിയുകയാണ്. അവര് ധാരാളം നിസ്കരിച്ചവരാണ്, അവര് ധാരാളം നോമ്പെടുത്തവരാണ്. ഇങ്ങനെ വലിയ വലിയ അമല് ചെയ്ത ആളുകളെ നീ അവിടെ വെച്ച് കാണുമ്പോ تكونا كمثله وأنك لم ترصد كما كان أرصدها.
ലോകത്ത് ചെല്ലുമ്പോ ഞാനും അവരെ പോലെ ഇബാദത്ത് ചെയ്തില്ലല്ലോ, ഞാനും അവരെ പോലെ നിസ്കരിച്ചില്ലല്ലോ, ഞാൻ അവരെ പോലെ നോമ്പ് നോറ്റില്ലല്ലോ, ഞാൻ അവരെ പോലെ സക്കാത്ത് നൽകിയില്ലല്ലോ, ഞാൻ അവരെ പോലെ സ്വതക്ക കൊടുത്തില്ലല്ലോ. ഈ കാര്യമോർത്ത് നിനക്ക് വല്ലാത്ത വേദന വരുന്നതാ. എന്നാൽ ആ ഖബറാകുന്ന ലോകത്ത് വെച്ച്, ആ ബർസഖിയായ ലോകത്ത് വെച്ച് നീ ദുഃഖിച്ചതുകൊണ്ട് കാര്യമുണ്ടോ മോനെ? അതുകൊണ്ട് ഫലമുണ്ടോ മോനെ? അതുകൊണ്ടാണ് ഹബീബായ തങ്ങള് ഖബറിലെ ചാരയിരുത്തിക്കൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞത്, യാ ഇഖ്വാനി, ഓ കൂട്ടുകാരെ, ഓ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ വഅഇദ്ദൂ. ഇതുപോലത്തെ ഒരു ഖബറിന് വേണ്ടിയിട്ടോ നിങ്ങളും ഒരുങ്ങണമില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, നമ്മൾ എത്ര ഖബറ് കണ്ടവരാണ്, നമ്മൾ എത്ര ആളുകൾ ആറടി മണ്ണിൽ കൊണ്ടുപോയി കിടത്തിയവരാണ്, എത്ര ഖബറുകളിലേക്ക് നമ്മൾ 3 പിടി മണ്ണ് വാരി എറിഞ്ഞവരാണ്, എത്ര ഖബറിന്റെ ചാരത്ത് നമ്മൾ നിന്നവരാണ്. എന്നാൽ അതുപോലെ നാട്ടുകാര് നമ്മളാ ഖബറിലേക്ക് വെക്കുന്നൊരു ദിവസം വരാനില്ലേ? നമ്മളുടെ ആ കവിൾത്തടത്തിൽ മണ്ണ് കൊണ്ടുപോയി തലയണയാക്കി തരുന്ന ദിവസം വരാനില്ലേ? അതുപോലെ നമ്മളുടെ മുകളിലേക്ക്, നമ്മളെ മൂടിയ ഖബറിലേക്ക് 3 പിടി മണ്ണ് നാട്ടുകാര് വലിച്ചെറിയുന്ന ദിവസം വരാനില്ലേ? ആ ഖബറിന്റെ മുകളിൽ മീസാനിലും വെച്ചിട്ട് അവിടുന്ന് ആളുകൾ തിരിച്ചു പോരുന്ന ദിവസം വരാനില്ലേ? ആ ഖബറിൽ നമുക്ക് രക്ഷ വേണോ? ആ ഖബറിൽ സന്തോഷം വേണോ? നല്ല നല്ല അമലുകൾ ചെയ്യണം കേട്ടോ, നല്ല ഇബാദത്ത് ചെയ്യണം കേട്ടോ. ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞൊരു വിഷയം കാണാം. മാ റഅയ്തു മൻളറൻ ഖത്തു, ഞാൻ ഇന്നേവരെ ഒരു സ്ഥലവും കണ്ടിട്ടില്ല. ഇത് നിങ്ങൾ പറയാം, മാ റഅയ്തു മൻളറൻ ഖത്തു, കാണാൻ പറ്റിയ ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാ വൽ ഖബ്റു അഫ്ളഅ മിൻഹു, ഖബറിനോളം പ്രയാസമുള്ള മോശമായ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പുറത്തുനിന്ന് നോക്കുമ്പോ എല്ലാ ഖബറും ഒരുപോലെയാണ്, പുറത്തുനിന്ന് നോക്കുമ്പോ എല്ലാ ഖബറും ഒരുപോലെയാണ്. കാൽഭാഗത്തും തലഭാഗത്തും മീസാനുണ്ടാകും, മീസാൻ കല്ല് വെച്ചിട്ടുണ്ടാകും, കുറഞ്ഞ രൂപത്തിൽ ഒന്ന് ഉയർത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ടാകും, 2 തലക്കിലും ചെടി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാകും. എല്ലാ ഖബറും പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരുപോലെയാണ്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു കഥ പറയുന്നത് കാണാം. മഹാനവറുകൾ അവിടുന്ന് ഇരിക്കുന്ന സമയത്തൊരു ഉമ്മ വന്നു. അവിടുന്ന് പറഞ്ഞു, തങ്ങളെ, എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു മകൾ, ആ മകള് മരണപ്പെട്ടുപോയി. ആ മകളെ സ്വപ്നത്തിലൊന്ന് കാണാൻ വല്ല വഴിയുണ്ടോ? മരണപ്പെട്ടുപോയ മകളെ സ്വപ്നത്തിലൊന്ന് കാണാനുള്ള വല്ല വഴിയുണ്ടോ തങ്ങളെ? അവിടുന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു
ആ ഉമ്മാക്കൊരു പ്രത്യേകമായ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. ഖലാഉൽ ഹാജത്തിന്റെ നിസ്കാരം. ഈ നിസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മരണപ്പെട്ടു പോയ മകളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. ആ ഉമ്മ നിസ്കരിച്ചു. കുറഞ്ഞ കാലം കഴിഞ്ഞപ്പോ അവിടുന്ന് ആ മകളെ സ്വപ്നത്തിൽ കണ്ടു. കണ്ടതെങ്ങനെയാ? നരകത്തിന്റെ മലക്കുകൾ ആ പെണ്ണിനെ, ആ മകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് കണ്ടത്. സുബ്ഹാനല്ലാഹ്, ഏറെ കാലം കൊണ്ട് ആഗ്രഹിച്ചതാണ് മകളെ ഒന്ന് കാണാൻ. കണ്ടതോ വളരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ. നേരെ ആ ഉമ്മ വിഷമത്തോടെ ഹസനുൽ ബസരി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ എന്റെ മകളെ ഇങ്ങനെയാണ് കണ്ടത്. ഇത് കേട്ടപ്പോ ഹസനുൽ ബസരി തങ്ങൾക്കും വല്ലാത്ത വിഷമമായി പോയി. കാരണം ഒരു മുസ്ലിം പെണ്ണാണല്ലോ ഇങ്ങനെ വലിയ വിഷമം അനുഭവിക്കുന്നത്. ഫലം തംലി മുദ്ദ, കാലങ്ങൾ കുറയൊന്നും കഴിഞ്ഞില്ല. ഹത്താ റആഹൽ ഹസനു ഫിൽ മനാം, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ മകളെ ഹസനുൽ ബസരി തങ്ങൾ തന്നെ സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെയാ കണ്ടത്? ഉമ്മ പറഞ്ഞ രൂപത്തിലൊന്നുമല്ല. വഹിയ ഫിൽ ജന്ന അലാ സരീരിൻ വഅലാ റഅസിഹാ താജ്, സ്വർഗത്തിൽ നല്ല വിരിപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ് മകൾ. വഅലാ റഅസിഹാ താജ്, ആ പെണ്ണിന്റെ, ആ മകളുടെ തലയിൽ സ്വർഗത്തിലെ കിരീടവും. ആ പെണ്ണ് ചോദിച്ചു, അമാ തഅരിഫുനി യാ ശൈഖ്, അല്ല തങ്ങളെ, നിങ്ങൾക്ക് എന്നെ അറിയോ, മനസ്സിലായിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, ഇല്ല, എനിക്ക് നിന്നെ അറിയൂല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു, കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അടുത്തൊരു ഉമ്മ വന്നില്ലായിരുന്നോ മരണപ്പെട്ടു പോയ മകളെ കാണണമെന്ന് പറഞ്ഞിട്ട്? ആ ഉമ്മാന്റെ മകളാണ് ഞാൻ. എന്നെ കാണാനാണ് ആ ഉമ്മ അങ്ങയുടെ അടുത്ത് വന്നതും അങ്ങൊരു പ്രത്യേകമായ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തതും. ആ സമയത്ത് മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതം വന്നുപോയി. കാരണം ഉമ്മ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാണ്. ഉമ്മ പറഞ്ഞത് നരകത്തിന്റെ മലക്കുകൾ ഈ മകളെ ചങ്ങല കൊണ്ട് പിടിച്ചു വലിക്കുന്നു എന്ന്. എന്നാൽ മഹാനവറുകൾ കണ്ടതോ സ്വർഗത്തിന്റെ വിരിപ്പിൽ ആ കിരീടവും വെച്ച് വിശ്രമിക്കുന്ന രാജകുമാരിയായ മകളെയാണ്. ചോദിച്ചു, തമാ സബബു അംറുഖി, പെണ്ണേ, എനിക്ക് ഇങ്ങനെയൊരു മാറ്റം, ഇങ്ങനെ ഒരു പദവി കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, തങ്ങളെ, മറഫി മഖ്ബറത്തിന റജുൽ, ഞങ്ങളെ മറവ് ചെയ്ത മഖ്ബറയിലൂടെ, ശ്മശാനത്തിലൂടെ, പള്ളിക്കാട്ടിലൂടെ ഒരാളിങ്ങനെ നടന്നുപോയി. ഫസല്ല അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മനുഷ്യൻ നബി തങ്ങളുടെ പേരിൽ ഒരൊറ്റ സ്വലാത്ത് ആ പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ ചെല്ലു. ആ പെണ്ണ് പറയാൻ, ഞങ്ങൾ 560 ഖബറിൽ ഉള്ള ആളുകൾ ശിക്ഷയിലായിരുന്നു. 560 ഖബറാളികൾ ആ പള്ളിക്കാട്ടിൽ ശിക്ഷ അനുഭവിക്കുന്ന ഖബറിന്റെ ഉടമകളായിരുന്നു. ആ പെണ്ണ് പറയാൻ, ഇതാ ഞാൻ പറഞ്ഞത്, ഏത് പള്ളിക്കാട്ടിലെ ഖബറിൽ ചെന്ന് നോക്കിയാലും പുറത്തു നിന്ന് നോക്കുമ്പോ എല്ലാ ഖബറും ഒരുപോലെയാണ്. എന്നാൽ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഖബറു, ഖബറ് ഒന്നുകിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നിറാൻ, ഒന്നുകിൽ സ്വർഗീയ പൂങ്കാവനമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ കുണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരോടൊക്കെ ഖബർ അല്ലാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. വല്ല ആളും നരകക്കുണ്ടിലാണ് കിടക്കുന്നതെങ്കിൽ അല്ലാഹു ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അതിനെ സ്വർഗീയ പൂങ്കാവനമായി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, സദസ്സിലേക്ക് പ്രവർത്തകർ ബക്കറ്റുമായി വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും നല്ല സംഭാവന ഈ മഹാന്മാരുടെ പൊരുത്തം കിട്ടണമെന്ന ലക്ഷ്യത്തോടെ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
മേക്കലെന്ന് പറയുന്ന പ്രദേശത്ത് പ്രത്യേക മസ്കലൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരാൾ വർക്കത്തിന് സ്വലാത്തില്ലെന്ന് ഇങ്ങനെയല്ലല്ലോ. ഉറക്ക സ്വലാത്ത്. നമ്മുടെ ഈ സ്വലാത്ത് കൊണ്ട് ഈ പരിസരത്ത് മറബത്ത് കിടക്കുന്നവരോടൊക്കെ അവരല്ല സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയ കാരണത്താൽ ഞങ്ങളുടെ ഈ പള്ളിക്കാട്ടിൽ 560 ഖബറിന്റെ ഉള്ളിലുള്ളവരും ശിക്ഷയിലായിരുന്നു. അതൊക്കെ അല്ലാഹു തആല അങ്ങ് ഉയർത്തിത്തന്നു. മഹാനായ ഹസനുൽ ബസരി തങ്ങളുടെ അവിടുന്നുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം നമുക്ക് ഈ രൂപത്തിൽ കാണാൻ കഴിയും. പുറത്തുനിന്ന് നോക്കുമ്പോ എല്ലാ ഖബറുകളും ഒരുപോലെയാണ്. എന്നാൽ സഹോദരന്മാരെ, ഹബീബായ തങ്ങൾ പറഞ്ഞു, ഖബർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, നല്ല സ്വർഗീയമായ ഉല്ലാസമുള്ള വിരിപ്പുള്ള ഭക്ഷണമുള്ള നല്ല അലങ്കാരമുള്ള സ്വർഗീയ പൂങ്കാവനമാണ്. ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ, അല്ലെങ്കിൽ അത് നരകത്തിന്റെ കുണ്ടാണ് കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറയുന്നത് കാണാം, ഖബർ സംസാരിക്കുന്നുണ്ട്. ഓരോ ഖബറുകളും സംസാരിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഖബർ 7 തവണ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ടോ? നബി തങ്ങൾ പറയുന്നത് കാണാം, യജഅലുല്ലാഹു ലിൽ ഖബരി ലിസാനൻ യൻതിഖു ബി, അല്ലാഹു തആല ഖബറിന് സംസാരിക്കാനുള്ള ശേഷി നൽകിയിട്ടുണ്ട്. ആ ഖബർ പറയുന്നതാണ്, യബ്ന ആദം, ഓ മനുഷ്യ, കൈഫ നസീതനി, എങ്ങനെയാ മോനെ നിനക്ക് എന്നെ മറക്കാൻ കഴിയുന്നതോ? ഓരോ ദിവസവും 7 തവണ ഖബർ ചോദിക്കുന്ന ചോദ്യമാണ്, കൈഫ നസീതനി, എങ്ങനെയാണ് മോനെ ഖബറാകുന്ന എന്നെ നിനക്ക് മറക്കാൻ കഴിയുന്നതോ? അമാ അലിംത, നിനക്ക് അറിയൂലേ, അന്നീ ബൈതുദ്ദൂർ, ഞാൻ പുഴുക്കളുടെ വീടാണ് കേട്ടോ. വബൈതുൽ വഹദാ, അതുപോലെ ഞാൻ ഏകാന്തതയുടെ വീടാണ് കേട്ടോ. വബൈതുൽ വഹ്ശാ, ഞാൻ ഭീകരതയുടെ വീടാണ് കേട്ടോ. കാടത്തത്തിന്റെ വീടാണ് കേട്ടോ. എങ്ങനെയാണാ നിനക്കെല്ലാം മറക്കാൻ കഴിയുന്നതോ? സുബ്ഹാനല്ലാഹ്. ഓരോ ദിവസവും ഏറ്റവും നല്ല സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന നമ്മുടെ കവിൾത്തടങ്ങൾ, അതുപോലെ എല്ലാ ദിവസവും തേച്ച് നനച്ച് ഫ്രഷാകുന്ന നമ്മുടെ ശരീരം, ഈ ശരീരങ്ങളതാ 3 തുള്ളി കഫംപുടയിൽ പൊതിഞ്ഞുകൊണ്ടോ ആ ഖബറാകുന്ന ലോകത്തേക്ക് വെച്ചാൽ ആ ഖബറിലില്ല രൂപം എങ്ങനെയാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ആ ഖബറിലുള്ളത് വലിയ വലിയ പുഴുക്കളാണ്. 3 ദിവസമാകുമ്പോഴേക്ക് നമ്മളിൽ നിന്ന് നന്നായിട്ട് പരിചരിച്ച് വളർത്തിയിരുന്ന നമ്മുടെ ശരീരം, ആ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവമായ ഏറ്റവും നല്ല ഭാഗമായ മുഖമില്ലേ, ആ മുഖത്തുള്ള കണ്ണെന്ന് പറയുന്ന അവയവമില്ലേ, 3-ാമത്തെ ദിവസം അങ്ങ് വീണുപോകുന്നു. ഖബറിൽ വെച്ച് 3-ാമത്തെ ദിവസം മനുഷ്യന്റെ 2 കണ്ണുകളും വീണുപോകും. ആ സ്ഥാനത്തൊരു ഗുഹ പോലെ വലിയൊരു ഓട്ടയാണ്, വലിയൊരു ദ്വാരമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ്
ഈ 3 കഴിക്കുന്നതിന് സാധാരണ കണ്ണോക്ക് എന്ന് പറയാറുണ്ട്. ഈ നാട്ടിൽ എങ്ങനെ പറയലുണ്ടോന്ന് അറിയില്ല. ഉണ്ടോ? ഉണ്ടോ? കണ്ണോക്ക് എന്ന് പറയും. 3-ാമത്തെ ദിവസമാണ് മയ്യത്തിന്റെ കണ്ണ് പോകുന്നത്. കണ്ണ് വീണുപോകും. 3 ദിവസമാകുമ്പോഴേക്ക് നമ്മൾ ഇത്രകാലം പരിചരിച്ച് വളർത്തിയിരുന്ന നമ്മുടെ ശരീരം, ആ ശരീരത്തിൽ സുബ്ഹാനല്ലാഹ് ഫേഷ്യൽ ചെയ്ത് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി മിനുക്കിയ മുഖമില്ലേ, ആ മുഖത്തിൽ ഏറ്റവും നല്ല അവയവമായ കണ്ണങ്ങ് വീണുപോവുകയാണ്. പിന്നെയോ ആ ഖബറിലതാ ചിതലുകളും പുഴുക്കളും നമ്മുടെ ശരീരത്തിലുള്ള മാംസത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. ചിതലും പുഴുക്കൽ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡിൽ റേഷൻ വേണ്ടോലതിലുണ്ടോ, ക്യൂ സിസ്റ്റമില്ല തള്ളലാണ് കൊണ്ട് അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടോ. സുഹൃത്തു നമുക്കുള്ള നേത്രം 2 ഭയം കൊണ്ട്. എത്ര നല്ല രൂപത്തിലാണ് മഹാനായ താവീസാദി വിഷയത്തെ വിവരിച്ചത്. മോനെ, ഇന്ന് നല്ല രൂപത്തിലോ അതേ കരിയാവ നജസാവാതെ അല്ലെങ്കിൽ ചെളിവുളരാതെ നല്ല 3-ാമത്തെ ദിവസമാകുമ്പോഴേക്ക് അഴുകാൻ തുടങ്ങുകയാണ്. ആ ശരീരത്തിൽ നിന്ന് കണ്ണ് നിലത്തേക്ക് വീണുപോവുകയാണ്. പിന്നെയോ നല്ല കാണാൻ രസമുള്ള ആളായിരുന്നു, നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു. പക്ഷേ നിന്റെ ശരീരവും പുഴുക്കൾ തിന്നുകയാ, പുഴുക്കൾ ഭക്ഷിക്കുകയാ. ഓരോ ദിവസവും ഖബറ് ആളുകളോട് ചോദിക്കുകയാണ്, അമാ അലിംത അന്നീ ബൈതുദ്ദൂർ വബൈതുൽ വഹദാ വബൈതുൽ വഹ്ശാ. മാനെ, ഞാൻ ഏകാന്തതയുടെ വീടാണെന്ന് നിനക്ക് അറിയാലോ, അതുപോലെ ഞാൻ ഭീകര അന്തരീക്ഷമുള്ള പേടിപ്പെടുത്തുന്ന കാടത്ത സ്വഭാവങ്ങളുള്ള ഇടമാണെന്ന് അറിയാലോ. എങ്ങനെയാണ് മോനെ നിനക്ക് എല്ലാം മറക്കാൻ കഴിയുന്നത്? ഈമാനുള്ളവനാണോ ഖബറിനെ മറക്കാൻ കഴിയുമോ? അവിടെയുള്ള വിശേഷങ്ങളെ മറക്കാൻ കഴിയുമോ? എന്നാൽ നമുക്ക് ഖബറ് കാണുമ്പോ പോലും നമുക്ക് പേടിയില്ല. ഖബറിന്റെ സമീപത്ത് ചെന്നിരുന്ന് തമാശ പറയുന്ന ആളുകളില്ലേ, ഖബറിന്റെ അടുത്ത് ചെന്നിരുന്നിട്ടോ രസം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ആളുകളില്ലേ. മോനെ, അറിയുമോ മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ചെന്നു. എങ്ങോട്ടാ ചെന്നതെന്നറിയോ? മുസല്ലാഹു, നബി തങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നതാണ്. ഫറആനാ സയക്ശുറൂന, ആ സ്ഥലത്തേക്ക് നബി തങ്ങൾ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? അവിടെ അതാ കുറെ ആളുകൾ പൊട്ടി പൊട്ടി ഇങ്ങനെ ചിരിക്കുകയാണ്.
പല്ലുകളൊക്കെ കാണിക്കുന്ന രൂപത്തിൽ പൊട്ടി പൊട്ടി ഇങ്ങനെ ചിരിക്കുന്നതാണ് റസൂലുള്ളാഹി തങ്ങൾ കാണുന്നത്. അവിടുന്ന് ആ സമയത്ത് ആ ആളുകളോട് പറയാണ്, അമാ അല്ലക്കും ലൗ അക്സറതും മിൻ ദിക്രി ഹാദിമിൽ ലദാത്തി ലശഗലഹും അമ്മാ അറാ. ഓ ജനങ്ങളെ, മരണമെന്ന് പറയുന്ന എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന ആ സത്യത്തിന് എങ്ങാനും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കെങ്ങനെ ചിരിക്കാൻ കഴിയും? നിങ്ങളെങ്ങനെ ചിരിക്കാനാ? മരണത്തോർമ്മയുള്ളവനെ ചിരിക്കാൻ കഴിയോ? എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഫഇന്നഹു ലം യഅതി അലൽ ഖബ്രി യൗമൻ ഇല്ലാ തകല്ലമ ഫീ. ജനങ്ങളെ, നിങ്ങളെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്ന ഖബറില്ലേ, ആ ഖബറ് എല്ലാ ദിവസവും നിങ്ങളോട് വിളിച്ചു പറയുന്നൊരു വിളിയാളമുണ്ട്. എന്താണ് ഖബറ് വിളിച്ചു പറയുന്നതെന്നറിയോ? അന ബൈത്തുൽ ഖുർബാ വഅന ബൈത്തുൽ വഹദാ വഅന ബൈത്തുൽ തുറാബ് വഅന ബൈത്തുൽ ദൂദ്. ഖബർ ഓരോ ദിവസവും വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ഫഇദാ ദുഫിനൽ അബ്ദുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ അടിമയാണ്, മുഅ്മിനായ മനുഷ്യനെയാണ് ആ ഖബറിലേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യുന്നതെങ്കിൽ ഖബർ ആ സമയത്ത് സന്തോഷം കൊണ്ട് പറയാണ്, മർഹബൻ അഹ്ലൻ വസഹ്ലാ മർഹബൻ വഅഹ്ലാ അമാ ഇൻ കുൻത ലഅഹബ്ബു മൻ യംശി അലാ ലഹ്രി ഇലയ്യ. നല്ല രൂപത്തിൽ ഈ ദുനിയാവിൽ നിന്ന് ബോധത്തോടെ പേടിയോടെ ജീവിച്ച നല്ല മനുഷ്യന് ഖബറിലേക്ക് ചെല്ലുമ്പോ ഖബർ പറയാൻ, മോനെ, എന്റെ പുറംഭാഗത്തുകൂടെ എന്റെ മുകളിലൂടെ ധാരാളം ആളുകൾ പോയിരുന്നു. ആ ആളുകളുടെ കൂട്ടത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് നീയായിരുന്നല്ലോ. അതുകൊണ്ട് മർഹബൻ വഅഹ്ലാ, എന്നിലേക്ക് നിനക്ക് സ്വാഗതം, നീ വന്നോളു മോനെ. ഖബറ നല്ല സന്തോഷത്തോടുകൂടെ ആ മുഅ്മിനായ മനുഷ്യനെ സ്വീകരിക്കുന്നു. എന്നാൽ ഖബറിന്റെ മുകളിലൂടെ പോകുമ്പോൾ പോലും ഖബറിനെ കുറിച്ച് ചിന്തയില്ലാത്ത മനുഷ്യൻ, ഫാജിറായി നടന്ന, തെമ്മാടിയായി നടന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ആളുകൾ അതാ ആറുകാലുള്ള കട്ടിലേറ്റിക്കൊണ്ട് ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആ ഖബറിലേക്ക് തെമ്മാടിയായ മനുഷ്യനെ ഇറക്കി വെക്കാൻ നോക്കുമ്പോ അവിടുന്ന് ഖബർ പറയുന്ന വാക്കുകൾ എന്താണെന്നറിയോ? ലാ മർഹബൻ വലാ അഹ്ലാ അമാ ഇൻ കുൻത ലഅബ്ഗദു മൻ യംശി അലാ ലഹ്രി ഇലയ്യ. ജീവനുള്ള സമയത്ത് അതേ എന്റെ സമീപത്തോടെ നടന്നു പോയപ്പോ എന്നെ കുറിച്ച് ചിന്തയില്ലാത്ത, ഖബറിനെ കുറിച്ച് ആലോചിക്കാത്ത, ഖബറിനെ കുറിച്ചുള്ള ചിന്ത വരാത്ത ഈ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. ലാ മർഹബൻ വലാ അഹ്ലാ, അതേ കൊണ്ടുപോയിക്കോ, ഇവിടെ മറവ് ചെയ്യാ,
കിടക്കാൻ എന്നിൽ ഞാൻ അവന് സന്തോഷത്തോടെ അവസരം നൽകൂല. അവന് ഇവിടെ മറവ് ചെയ്യാൻ എനിക്ക് തൃപ്തിയില്ല. ഖബറിലാത്തമ്മാടിയായ മനുഷ്യനെ കൊണ്ടുപോയി കിടത്താൻ നോക്കുമ്പോ പറയുകയാണ്, ഓ സഹോദരന്മാരെ, എന്നാൽ ഖബറിന്റെ വെളിയാളമുണ്ടോ? മറവ് ചെയ്യാൻ ചെന്ന ആളുകളെ കേൾക്കുന്നു. അവരാ മനുഷ്യനെ തീരെ ഇഷ്ടമില്ലാത്ത ഖബറിൽ മറവ് ചെയ്യുമ്പോ ആ ഖബറവനെ വെറുതെ വിടൂല കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ വീട്ടിലേക്ക് നല്ല സന്തോഷത്തോടെ നമ്മൾ ക്ഷണിച്ച അതിഥിയാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കും. എന്നാലോ വരണ്ടെന്ന് പറഞ്ഞിട്ടും നാണല്ലാതെ കയറി വന്നതാണ്. എന്നാ അവനെ നമ്മൾ മൈൻഡ് ചെയ്യുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നീ എന്റെ വീട്ടിലേക്ക് വരണ്ട, എനിക്ക് പൊരുത്തല്ല, ഇഷ്ടല്ല എന്ന് വീട്ടുകാരൻ പറഞ്ഞു, എന്നിട്ടും ഒരു നാണമില്ലാതെ കയറി വന്നാൽ ആ വീട്ടുകാരൻ ഒരുപക്ഷെ അവന് പച്ച വെള്ളം കൊടുത്തൊന്നും വരില്ല. ഇതുപോലെ ചില ആളുകളെ കൊണ്ടുവരുമ്പോ ഖബറ് പറയാണ്, മർഹബൻ അഹ്ലം വസഹ്ലാ, നിന്നെയാ മോനെ ഞാൻ കാത്തിരിക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിന്നെയാണ്, നീ തന്നെ വന്നോ. ആ മനുഷ്യനങ്ങോട്ട് ചെന്നാൽ അവന്റെ കണ്ണിന്റെ വിശാലത എത്രത്തോളം എത്തുന്നുണ്ടോ അത്രത്തോളം അവനെ ഖബറ് വിശാലമായി കൊടുക്കുക. കാണുമ്പോ ഒരു മനുഷ്യന് നേരാമണ്ണം മലർന്നു കിടക്കാനുള്ള വീതിയില്ലെങ്കിലും മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ അങ്ങോട്ട് കൊണ്ടുചെന്നാൽ സുബ്ഹാനല്ലാഹ്, കണ്ണിന് എത്രത്തോളം മകലേക്ക് കാണാൻ കഴിയോ അത്രത്തോളം ആ ഖബർ അവന് വേണ്ടി വിശാലമായി കൊടുക്കുകയാണ്. മാത്രമല്ല സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ അവിടെ തുറക്കപ്പെടുകയാണ്. എന്നാ വരണ്ട, എന്നെ എനിക്ക് ഇഷ്ടല്ല, തൃപ്തിയില്ല, പൊരുത്തല്ല എന്ന് പറഞ്ഞ ആൾ പിന്നെയും അവിടേക്ക് കയറി ചെന്നാൽ ആ ഖബർ അവനെ വെറുതെ വിടൂല. ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. ഖബർ മർഹബ പാടി സ്വീകരിക്കുന്ന മയ്യത്തുകളിൽ അല്ലാഹു നമ്മുടെ മയ്യത്തും പെടുത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, ഖബർ എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കളിയല്ല. ഇത് പറയുമ്പോ എന്റെ മനസ്സിൽ എനിക്ക് തന്നെ ബേജാറ് തോന്നുകയാണ്. ഇതെങ്ങനെ പറയും? ഇതിന് ഞാൻ അർഹനല്ല, ഇത് പറയാൻ ഒരിക്കലും എനിക്ക് യോഗ്യതയുമില്ല. പക്ഷേ ഇന്ന് ഈ വിഷയം സംസാരിക്കാൻ ഉദ്ദേശിച്ചത് തന്നെ ഇന്ന് മനുഷ്യന്റെ ജീവിതം കണ്ടാൽ ഒരിക്കലും ഖബറിൽ കിടക്കേണ്ടവനാണെന്ന ബോധം അവരില്ല. നിങ്ങൾ നോക്കി എന്തൊക്കെ ആഭാസങ്ങളാണ് നമ്മുടെ നാടുകളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ നാടിന്റെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഈ നാട്ടിന്റെ പരിസരങ്ങളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ വെച്ച് ലഹരി മരുന്നുകളെ വിതരണം ചെയ്യുന്നു എന്ന വാർത്ത. സുബ്ഹാനല്ലാഹ്, ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ കൊടുക്കാൻ പറ്റാത്ത മരുന്നുകൾ പ്രായപൂർത്തി പോലും ആകാത്ത ചെറിയ മക്കൾക്ക് കൊടുക്കുകയാണ് മെഡിക്കൽ ഷോപ്പുകളിലൂടെ. അത് വെള്ളത്തിലിട്ട് കുടിച്ചാൽ നല്ല ലഹരി കിട്ടും. അത് മക്കൾ വാങ്ങിക്കഴിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ മരിച്ചാൽ ഈ മക്കളാണ് നമ്മുടെ ഖബറിന്റെ പുറത്ത് വന്ന് യാസീൻ ഓതാനുണ്ടാവുക. ഈ മക്കളാണ് നമുക്ക് വേണ്ടി ഫാത്തിഹ ഓതി ദുആ ചെയ്യാനുണ്ടാവുക. ഈ മക്കള് ലഹരിയുടെയും കള്ളിന്റെയും അതുപോലെയുള്ള മയക്കുമരുന്നിന്റെയും അടിമകളായി മാറിപ്പോയാൽ നമ്മളെ തിരിഞ്ഞു നോക്കാൻ പിന്നെ ഒരാളുണ്ട് എന്ന് വരില്ല. അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെ ഒക്കെ നന്നാക്കി തരുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്, നിബിധങ്ങൾ പറഞ്ഞതാണ് ഖബറിങ്ങനെ വിളിച്ചു പറയും. 7 തവണ ഖബർ വിളിച്ചു പറയുന്ന ഒരു ദിവസം 7 തവണ ഖബർ അനൗൺസ് ചെയ്യാൻ. മോനെ, നിനക്ക് എന്നെ മറക്കാൻ കഴിയോ? നിനക്കെന്നെ മറക്കാൻ കഴിയോ? ഞാനിതാ ബൈത്തുൽ ദൂദ, അതുപോലെ ബൈത്തുൽ വഹ്ശ,
അതുപോലെ ബൈത്തുൽ വഹ്ദയ. എങ്ങനെയാ മോനെ നിനക്ക് എന്നെ മറന്ന് ജീവിക്കാൻ കഴിയുന്നത്? ഓരോ ദിവസവും 7 തവണ ഖബർ വിളിച്ചു പറയുകയാണ്. മാത്രമല്ല വെച്ചാൽ ഏത് മയ്യിത്താണെങ്കിലും, അത് കാഫിറിന്റേതാണെങ്കിലും മുഅ്മിനിന്റേതാണെങ്കിലും, എല്ലാ മയ്യത്തിനെയും ഖബർ ചെയ്യുന്നൊരു വിഷയം. ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു ആള് വന്നിട്ടുണ്ടോ? സഅദിന് വല്ലാത്ത ദേഷ്യം വന്നു. അവിടെയുള്ള ചെറുപ്പക്കാരെ മുഴുവനും കോട്ടയിട്ട് വാളുമെടുത്ത് മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ കൊല്ലാൻ വേണ്ടി ചെന്നു. അവിടുന്ന് മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ ചെന്നപ്പോ മഹാനവറുകൾ സഅദ് ഇബ്നു മുആദ് തങ്ങളോട് പറഞ്ഞു, അല്ലയോ സഅദേ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എന്നെ തന്നെ കൊല്ലണോ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സഅദ് ഇബ്നു മുആദ് തങ്ങൾ അന്നാട്ടിലെ ചെറുപ്പക്കാരുടെ നേതാവാണ്. നാട്ടിലുള്ള എല്ലാ യുവാക്കളെയും കൂട്ടിയിട്ടാണ് ചെന്നത്. പറഞ്ഞു, സഅദേ, ഞാൻ പറയട്ടെ, അത് കേട്ടിട്ട് നിനക്കത് വിശ്വസിക്കാൻ കഴിയൂലെങ്കിൽ നീ വേണ്ടതുപോലെ ചെയ്തു. അങ്ങനെ സഅദ് തങ്ങൾ അത് കേട്ടു നോക്കിയപ്പോ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ഹബീബായ തങ്ങളുടെ ആശയങ്ങൾ നല്ല രൂപത്തിൽ അങ്ങ് വിവരിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോ സഅദ് ഇബ്നു മുആദ് തങ്ങൾക്ക് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയാണ്. അവിടുന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് അങ്ങ് കടന്നു വന്നു. യുവാക്കളുടെ നേതാവായ സഅദ് ഇസ്ലാം സ്വീകരിച്ചപ്പോ ആ മദീനയിലുള്ള ഭൂരിഭാഗം യുവാക്കളും ഒന്നാകി ഇസ്ലാമിലേക്ക് അങ്ങ് കടന്നു വരുന്നു. മാത്രമല്ല, ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഹബീബായ തങ്ങളും മക്കക്കാരോടും മദീനക്കാരോടും അഭിപ്രായം ചോദിച്ചിരുന്നു. മക്കക്കാരോട് ചോദിച്ചു, നമ്മൾ യുദ്ധത്തിന് പോകണോ? അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ മറുപടി വന്നു. മദീനയിലുള്ള ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ മഹാനായ സഅദ് ഇബ്നു മുആദ് തങ്ങളാണ് എഴുന്നേറ്റ് നിന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, തങ്ങളെ, ആഴം കാണാത്ത വലിയ കടലിനെ കാണിച്ചു തന്നു. ആ കടലിലേക്ക് എടുത്തു ചാടണമെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കൂല നബിയേ, ഞങ്ങൾ പിന്നെ ആലോചിക്കൂല നബിയേ, അങ്ങ് എന്താണോ പറയുന്നത് അത് അതുപോലെ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇങ്ങനെ ഹബീബായ തങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ നേതാവാണ് മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ്. ആയിഷ ബീവി പറയാൻ, ലൗ നജാ മിൻഹാ അഹദുൻ, ഏതെങ്കിലും ഒരാൾ ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിലോ ലനജാ മിൻഹാ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ സഅദ് ഇബ്നു മുആദ് പോലും രക്ഷപ്പെട്ടിട്ടില്ല. മഹാന്മാര് പറയുന്നത് കാണാം, ഹാദല്ലദീ തഹറക ലഹു അർശുർ റഹ്മാൻ. സഅദ് തങ്ങളെ വഫാത്തായപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിയിട്ടുണ്ടോ? അതുപോലെ വഫതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ എല്ലാ വാതിലുകളും സഅദിന്റെ റൂഹിനെ സ്വീകരിക്കാൻ തുറക്കപ്പെട്ടിട്ടുണ്ടോ? വശഹിദഹു 70,000 മിനൽ മലായിക, 70,000 മലക്കുകള് സഅദ് ഇബ്നു മുആദിന്റെ ജനാസ സംസ്കരണത്തിന് വേണ്ടി വന്നിട്ടുണ്ടോ? ഇന്നേ വരെ ഭൂമിയിലേക്ക് ഇറങ്ങാത്തതായ 70,000 മലക്കുകള് സഅദ് തങ്ങളുടെ ജനാസ സംസ്കരണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടോ? ആ സഅദ് തങ്ങൾ പോലും
ഖബറിലെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല, ഖബറിലെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളായ ആളുകളെ ഖബർ പിടിച്ച് ഞെരിക്കുന്നത് സന്തോഷം കൊണ്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, 5, 6, 7 കൊല്ലം ഗൾഫിൽ നിന്ന സ്വന്തം മകൻ, ആ മകൻ നാട്ടിലേക്ക് വരുമ്പോ ബാപ്പയുണ്ടാകും എയർപോർട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന. 6 കൊല്ലമായി മകനെ കണ്ടിട്ടില്ല, 6 കൊല്ലമായി മകനെ കണ്ടിട്ടില്ല. ആ മകൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് ബാപ്പ ആ മകനെ 6 കൊല്ലത്തിന്റെ ശേഷം കാണുമ്പോ കെട്ടിയങ്ങ് പിടിക്കും. അല്ലേ, സാധാരണ സ്നേഹമുള്ള ബാപ്പാരങ്ങനെ കെട്ടിയങ്ങ് പിടിക്കും. ആ ബാപ്പ ചിലപ്പോ നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരിക്കും, ഈ മകനോ മെലിഞ്ഞൊട്ടിയ ഒരു മകൻ. ഈ ബാപ്പ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് കെട്ടി ഇങ്ങനെ പിടിക്കുമ്പോ മകനുണ്ടാകും അതിന്റെ ഇടയിൽ ഇങ്ങനെ ഞെരിപിരി കൊള്ളും. സുബ്ഹാനല്ലാഹ്, വേദനിക്കുന്നുണ്ടാകും മകന് ബാപ്പാന്റെ കെട്ടിപ്പിടുത്തത്തിൽ. പക്ഷെ അപ്പൊ ആ മകന് വലിയ ബേജാറൊന്നും തോന്നൂല, കാരണം ബാപ്പാന്റെ സന്തോഷത്തിലുള്ള കെട്ടിപ്പിടിക്കല. എന്നാലോ കാഫിരീങ്ങളായ ആളുകൾ വരികയാണെങ്കിൽ അവർ ദേഷ്യം കൊണ്ട് ഞെക്കിപ്പിടിക്കുകയാണ്. മുഅ്മിനീങ്ങളായ ആളുകളെ സന്തോഷം കൊണ്ട് ഖബർ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാലോ കാഫിരീങ്ങളായ ആളുകളെ ഖബർ ദേഷ്യം കൊണ്ട് ഞെരുക്കി കളയുകയാണ്. മാത്രമല്ല മഹാന്മാര് പറയുന്നത് കാണാം, മുഅ്മിനീങ്ങളായ ആളുകളാണോ ആ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ ഖബറൊന്ന് ഞെരുക്കും, പിന്നെ ആ ഖബർ ഒഴിവാക്കി കൊടുക്കും. എന്നാൽ കാഫിരീങ്ങളായ ആളുകളെ ഖബറങ്ങ് ഞെരുക്കിയാൽ ഇലാ യൗമിൽ ഖിയാമ കേട്ടോ. അവർ ഖിയാമത്ത് നാൾ വരെ അവനെ ഇങ്ങനെ ഞെരിച്ചു പിടിക്കുമെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, ഏത് മനുഷ്യന്മാരെ അവിടേക്ക് കയറി ചെന്നാലും അവർ ആദ്യമായിട്ട് അവരുടെ വാരിയെല്ലുകൾ പരസ്പരം പോർത്തു പോകുന്ന പോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വേദനയുണ്ടാകും. ഒരാള് നമ്മളുടെ ശരീരത്തിന്റെ 2 ഭാഗവും പിടിച്ചിട്ട് വല്ലാതെ അങ്ങ് ഞെക്കിക്കളയും. അല്ലെങ്കിൽ ഒരു മെഷീനിന്റെ ഉള്ളിൽ കുടുങ്ങി, 2 ഭാഗത്തുനിന്നും ആ മെഷീൻ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വാരിയെല്ലുകൾ ഇങ്ങനെ പൊട്ടുകയാണ്. എത്രത്തോളം വേദന മനുഷ്യൻ ആ സമയത്തുണ്ടാകും. എന്നാൽ ഖബറിലേക്ക് ചെന്നാൽ ആ ഖബർ എല്ലാ മനുഷ്യരെയും അവരുടെ വാരിയെല്ലുകൾ പരസ്പരം കോർത്തുപോകുന്ന കോലത്തിൽ ഞെരുക്കിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ പറയാൻ, കുൻതു ഇൻദ ആയിഷ റളിയല്ലാഹു അൻഹാ, ഞാൻ ഉമ്മുൽ മുഅ്മിനീൻ മഹദിയായ ആയിഷ ബീവിയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവിയുടെ അടുക്കൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫമറത്ത് ജനാസത്തു സബിയ്യിൻ സഗീർ, അപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ മയ്യത്ത്, ചെറിയ കുട്ടിയുടെ ജനാസ ഞങ്ങളുടെ മുന്നിലൂടെ അങ്ങ് കൊണ്ടുപോയി. മയ്യത്ത് കട്ടിലിലേക്ക് വെച്ചാലാണ് ഇതിനതിന് ജനാസ എന്ന് പറയാം. മയ്യത്ത് കട്ടിലിൽ വെച്ചാൽ പിന്നെ അതിന് ജനാസ എന്നാണ് പറയുന്നത്. ആയിഷ ബീവിയുടെ അടുക്കൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോ ചെറിയൊരു കുട്ടിയുടെ മയ്യത്തുമായിട്ട് ആ ജനാസയുമായിട്ട് ആളുകൾ ഇങ്ങനെ പോവാൻ. ഇത് കണ്ടപ്പോ ആയിഷ ബീവി കരയാൻ തുടങ്ങി.
ചെറിയൊരു കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ മഹദിയായ ആയിഷ ബീവി കരയുകയാണ്. ഞാൻ ചോദിച്ചു, മാ യുബ്കീകി യാ ഉമ്മൽ മുഅ്മിനീൻ, ഓ ആയിഷ ബീവിയെ, എന്തിനാണ് അങ്ങ് കരയുന്നത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് ആയിഷ ബീവി പറയാണ്, ഹാദാ സ്വബിയ്യു ബഖൈതു ലഹു ശഫഖതൻ അലൈഹി മിൻ ലമ്മത്തിൽ ഖബ്രി. ഈ ചെറിയ കുട്ടി ഖബർ എടുക്കല്ലോ എന്ന് ആലോചിച്ചിട്ട് കരഞ്ഞു പോയതാണ്. ചെറിയ കുട്ടിയെ ഖബർ ഇടിക്കുന്നത് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞുപോയതെന്നോ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഓ സഹോദരന്മാരെ, എല്ലാ ആളുകളെയും ഖബർ എടുക്കുമെന്ന് പറയുമ്പോ അമ്പിയാക്കളെ ഖബർ എടുക്കൂല, അമ്പിയാക്കന്മാരെ പ്രവാചകന്മാരെ ഖബർ എടുക്കൂല. എന്നാൽ പ്രവാചകന്മാരല്ലാത്ത ആളുകൾ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുണ്ടോ? അതേ, ഒരാള് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഹബീബായ തങ്ങൾ പറയുന്നത് കാണാം, മാ ഉഫിയ അഹദും മിൻ ലഗത്തത്തിൽ ഖബരി ഇല്ലാ ഫാത്തിമത്തു ബിൻത് അസ്ദ്. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഖബറിന്റെ എടുക്കലിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. ഇല്ലാ ഫാത്തിമത്തു ബിൻത് അസ്ദ്. ഫാത്തിമ ബിൻത് അസ്ദ് എന്ന് പറയുന്ന റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയ ഉമ്മയുണ്ടോ? ആ ഉമ്മ അല്ലാതെ മറ്റുള്ളവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചത്, വലൽ ഖാസിം ഇബ്നു ഖാം, തങ്ങളെ അങ്ങയുടെ മോനായ ഖാസിം രക്ഷപ്പെട്ടിട്ടില്ലേ? അങ്ങയുടെ മകനായ ഖാസിം, ആ ഖാസിം എന്ന് പറയുന്ന മകൻ പോലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലേ? അപ്പൊ നബി തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? വലാ ഇബ്രാഹിം. ഖാസിം മാത്രമല്ല, ആ ഖാസിം എന്ന് പറയുന്ന മകന്റെ ഇളയ മകനായ, ചെറിയ മകനായ ഇബ്രാഹിം എന്ന് പറയുന്ന മകനില്ലേ, ആ മകൻ പോലും രക്ഷപ്പെട്ടിട്ടില്ല. എന്റെ മക്കള് പോലും ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ രക്ഷപ്പെട്ട ഒരേ ഒരു ഉമ്മ, അത് ഫാത്തിമ ബിൻത് അസദാണ് കേട്ടോ. ആരാ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അതുപോലെ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ ഉമ്മയാണ്. അതുപോലെ ഉഖൈൽ ഇബ്നു അബീ ത്വാലിബിന്റെ ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ലമ്മാ മാത്തത് ഫാത്തിമത്ത് ബിൻത് അസദ്, ഫാത്തിമ ബിൻത് അസദ് മരണപ്പെട്ടപ്പോൾ അതേ ദഖല അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു. ഫജലസ ഇൻദ റഅസിഹാ, എന്നിട്ട് നബി തങ്ങൾ അതാ പോറ്റുമ്മയുടെ തലഭാഗത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, റഹിമക്കില്ലാഹു യാ ഉമ്മീ, ഓ ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ഖുൽതി ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മ ആമിന ബേബിയുടെ ശേഷം എന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് വേണ്ട പരിചരണങ്ങൾ നടത്തി തന്ന ഉമ്മയല്ലേ അങ്ങ്? തജൂഇന വതസ്ബഈനനി, നിങ്ങൾ വിശന്ന് ജീവിച്ചപ്പോഴും ഞങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം തന്നിട്ടുണ്ടോ? അതുപോലെ വതഅരീന വതക്സൂനനി, നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാനില്ലാത്തപ്പോഴും ഞങ്ങൾക്ക് നിങ്ങൾ വസ്ത്രം തന്നിട്ടുണ്ടോ? അതുപോലെ വതംനഈന നഫ്സക ത്വയ്യിബുത് തആം,
നല്ല ഭക്ഷണങ്ങളൊന്നും നിങ്ങളുടെ ശരീരത്തിന് നൽകിയില്ല. വതുതഇമീനനീ, എന്നാൽ നല്ല നല്ല ഭക്ഷണങ്ങളെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. തുരീദീന ബിദാലിക വജ്ഹല്ലാഹ് വദ്ദാറൽ ആഖിറഹ, ഇങ്ങനെയെല്ലാം എന്നെ പരിപാലിച്ചത് അല്ലാഹുവിൽ തൃപ്തി കിട്ടാനാണല്ലോ, അതുപോലെ ആഖിറമാകുന്ന ലോകത്ത് വിജയിക്കാനാണല്ലോ. ഇതും പറഞ്ഞ റസൂലുള്ളാഹി തങ്ങള് ഫാത്തിമ ബിൻത് അസദാകുന്ന ഉമ്മാന്റെ തലഭാഗത്തിരിക്കുകയാണ്. ഉമ്മാ, നിങ്ങൾ വിശന്നപ്പോഴും നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാനില്ലാത്തപ്പോഴും എനിക്ക് നല്ല വസ്ത്രം തന്നിട്ടുണ്ട്. നല്ല നല്ല ഭക്ഷണം കിട്ടുമ്പോൾ നിങ്ങളത് ഭക്ഷിക്കാതെ എനിക്ക് വേണ്ടി അത് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലാഹുവിന്റെ തൃപ്തിയാണല്ലോ ഉമ്മ. റഹിമക്കില്ലാ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മരിച്ച വീട്ടിൽ പോയിട്ട് മാതൃഭൂമി പത്രമല്ല വായിക്കട്ടെ, നിമിതങ്ങൾ അവിടുന്ന് ദുആ നടത്തുക. സുബ്ഹാന ജല്ല വഅല. എന്നിട്ട് ഹബീബായ തങ്ങൾ സുമ്മ അമറ അൻ തഗ്സില സലാസ, ആ ഉമ്മാനെ കുളിപ്പിക്കാനുള്ള ഓർഡർ കൊടുത്തു. നബിതങ്ങൾ തന്നെ വെള്ളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടോ ثم خلع رسول الله قميصه وألبسها إياه وكفنها فوقه. നബിതങ്ങൾ അവിടുന്ന് ധരിച്ച കമീസ് ഊരുകയാണ്. ആ കമീസ് നബിതങ്ങൾ ആ ഉമ്മാക്ക് ധരിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ കമീസിന്റെ മുകളിൽ കഫൻ പുട വെച്ചിട്ട് കഫൻ ചെയ്യുകയാണ്. എന്നിട്ട് നബിതങ്ങൾ അതാ ഉസാമത്ത് ബിൻത് സയ്യിദ് എന്ന് പറയുന്നവരെയും അബൂ അയ്യൂബ് അൽ അൻസാരി എന്നവരെയും അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും അതുപോലെ അവിടുത്തെ ഒരു അടിമയെയും വിളിച്ചു ഈ ഉമ്മാക്കുള്ള ഖബർ കുഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെ ചെന്നു. ആ ഉമ്മാന്റെ ഖബർ കുഴിക്കാൻ വേണ്ടി നബി തങ്ങളും കൂടുകയാണ്. വഅഖറജ തുറാബഹു ബിയദിഹി, ലോകത്തിലെ നേതാവ് പോറ്റുമ്മയോട് കാണിക്കുന്ന ആ വല്ലാത്ത സ്നേഹമാണ് കേട്ടോ. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് ആ ഖബറിലുള്ള മണ്ണുകൾ ഇങ്ങനെ വാരിയിട്ട് പുറത്തേക്കിടുകയാണ്. ഫലമ്മാ ഫറഗ, അങ്ങനെ ഖബർ കുഴിക്കുന്ന പണിയിൽ നിന്ന് വിരമിച്ചപ്പോ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൽതജഅ ഫീ, നബിതങ്ങൾ ആ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് ആ ഖബറിൽ അങ്ങ് കിടക്കുന്നു. ഫാത്തിമ ബിൻത് അസദാകുന്ന ഉമ്മാനെ കിടത്തേണ്ട ഖബറിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുകയാണ്. എന്നിട്ടോ അവിടുന്ന് പറയുന്നു അൽഹംദുലില്ലാഹി അല്ലദീ യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ഇഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ. ആ ഖബറിൽ കിടന്നുകൊണ്ട് റസൂലുള്ള ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, ഫാത്തിമ ബിൻത് അസദിനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ووسع مدخل ووسع عليها مدخلها بحق نبيك والأنبياء الذين من قبلي إنك أرحم الراحمين. അല്ലാഹുവേ, എന്റെ ഉമ്മ ഇതാ വരാൻ പോവുകയാണ്. ആ ഉമ്മാക്ക് ഖബറിൽ പ്രയാസം കൊടുക്കല്ലേ.
اللهم وسع عليها مدخلها ആ ഉമ്മാന്റെ ഖബർ നീ വിശാലമാക്കണോ ബിഹഖ് നബിയിക നിന്റെ നബിയുടെ പവർ കൊണ്ടോ വബി അംബിയാഇകല്ലദീന മിൻ ഖബ്ലി അതെ എന്റെ മുമ്പ് നീ അയച്ച ധാരാളം നബിമാരുണ്ടല്ലോ അവരുടെ എല്ലാം ഹഖ് കൊണ്ടോ നീ എന്റെ ഉമ്മയായ ഫാത്തിമ ബിൻത് അസദിന്റെ ഖബർ വിശാലമാക്കണേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖമീസ് ധരിപ്പിച്ചിട്ടല്ലേ ഉമ്മാന്റെ അതേ പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദിന്റെ ശരീരം അങ്ങോട്ട് കിടക്കുന്നതോ നബി തങ്ങളുടെ ആ വസ്ത്രത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ശരീരത്തെ ഖബർ എടുക്കുമോ സുബ്ഹാനല്ലാഹ് ആകെ ലോകത്ത് ഒരാളെ മാത്രമേ അമ്പിയാക്കളെ കഴിച്ച ഖബർ എടുക്കാതിരുന്നിട്ടുള്ളൂ അത് ഫാത്തിമ ബിൻത് അസദിനെയാണ് കേട്ടോ അതാരെ കൊണ്ട് കെട്ടിയതാണെന്നറിയോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് നബിതങ്ങളോട് മഹബത്ത് വെച്ച കാരണത്താൽ ലഭിച്ചതാ. എന്നാൽ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഖബറിന്റെ ആ വലിയ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ മഹാന്മാരായ ആളുകൾ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നബിതങ്ങൾ പറയാണ് മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മിൻ മറളിഹി അല്ലദീ യമൂതു ഫീഹി ലം യുഫ്തൻ ഫീ ഖബ്രിഹി. ഒരാള് മരണത്തിന് കാരണമായ രോഗം അഥവാ അവന്റെ അവസാനം ഒരു രോഗം കാരണമായിട്ട് അവൻ മരിക്കാൻ ആ രോഗത്തിൽ വെച്ച് അവൻ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിങ്ങനെ പാരായണം ചെയ്താൽ ലം യുഫ്തൻ ഫീ ഖബ്രി അവൻ ഖബറിൽ വെച്ച് ഫിത്നയാക്കപ്പെടില്ല. വ അമിന മിൻ ലഗ്തത്തിൽ ഖബ്രി ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയും വഹമലതുൽ മലായികതു യൗമൽ ഖിയാമ ബിഅഖഫിഹാ ഹത്താ തുജീസഹു മിനസ് സിറാത്തി ഇലൽ ജന്ന. ആ മനുഷ്യനെ മലക്കുകൾ അവരുടെ കൈകളെ കൊണ്ട് എടുത്ത് സിറാത്ത് പാലം കടത്തിക്കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് രോഗത്തിലാ മരിക്കാൻ അറിയുമല്ലോ ഉസ്താദ്. അപ്പൊ ഏത് രോഗത്തിലാ ഖുൽ ഹുവല്ലാഹു ഓതേണ്ടത്? ഏത് രോഗമുള്ളപ്പോഴും ഓതുക. നിനക്ക് എന്തു രോഗം വന്നാലും ഖുൽ ഹുവല്ലാഹു അഹദ് രോഗമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഓതണം. 1,00,000 അല്ലേ? ഇതെപ്പോഴാ തീരെ 600 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണ്ടേ? എന്നാ നേരെ മറിച്ച് ധാരാളം ആളുകളുള്ളത് കൊണ്ട് ഒരു 50 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം. അപ്പൊ അത് ഇഖ്ലാസിന്റെ കട്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ മഹാന്മാര് പറയാണ് മനുഷ്യൻ അവൻ മരണം 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവന് നരകമോചനം ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. ഈ സദസ്സിൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടണമെന്ന് കരുതി ചൊല്ലിയവരുണ്ടോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അതിനുവേണ്ടി പാരായണം ചെയ്തവരുണ്ടോ? അറിയാത്തവരായിട്ടുണ്ടാകൂല, പക്ഷേ ചൊല്ലൂല. അല്ലാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, മറളു മൗത്ത് മരണാസന്നമായ രോഗം. ആ രോഗത്തിൽ ഒരാള് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇങ്ങനെ ഓതിയാൽ
ആ ആളെ ഖബറിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, ഇനിയൊരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായിട്ട് അവിടെ ഉണ്ടാകുന്ന വിഷയം എന്താണെന്നറിയോ? മുൻകർ നക്കീർ എന്ന് പറയുന്ന മലക്കുകൾ വരുന്നതിന് മുമ്പ് അവിടെ ചില വിഷയങ്ങൾ നടക്കുന്നുണ്ടോ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നഹു ഖാല യാ റസൂലല്ലാഹ്. ഇബ്നു മസ്ഊദ് തങ്ങൾ നബി തങ്ങളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. ഓ നബിയേ, ആദ്യമായിട്ടൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചാൽ അവൻ കാണേണ്ടി വരുന്ന വിഷയം എന്താണ്? ആദ്യമായിട്ടൊരു മയ്യത്ത് ഖബറിൽ വെച്ച് കാണേണ്ടി വരുന്ന സംഗതി എന്താണ്? അവിടുന്ന് നബി തങ്ങൾ പറയാണ്, ഇബ്നു മസ്ഊദ്, ഓ ഇബ്നു മസ്ഊദേ, മാ സഅലനി അഹദുൻ ഇല്ലാ അൻത. നിങ്ങളല്ലാതെ ഇതേവരെ എന്നോട് ഈ ചോദ്യം ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ ആദ്യം നല്ല ഖബറിലേക്ക് ചെന്നാൽ അവിടെ വെച്ച് കാണേണ്ടി വരുന്ന വിഷയം എന്താണ്? ഈ ചോദ്യം നിങ്ങളല്ലാതെ എന്നോട് ഇന്നേവരെ ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. എന്നിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഅവ്വലു മാ യുനാദീഹി മലക്കുൻ ഇസ്മുഹു റൂമാൻ. ഓ ഇബ്നു മസ്ഊദേ, ആദ്യമായിട്ടോ ഖബറിൽ വെച്ച് അവനെ വിളിക്കുന്നത് ആരാണെന്നറിയോ? ഒരു മലക്കാണ്. ആ മലക്കിന്റെ പേര് റഹ്മാൻ എന്നാണ്. ആ റഹ്മാൻ എന്ന് പറയുന്ന മലക്കങ്ങ് വരുന്നു. എന്നിട്ട് ആ മലക്ക് ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിനോട് പറയാൻ, യാ അബ്ദുല്ലാഹ് ഉക്തുബ് അമലക. എടാ, നീ ദുനിയാവിൽ നിന്ന് ചെയ്ത അമലുകളൊക്കെ ഒന്ന് എഴുതൂ. സുബ്ഹാനല്ലാഹ്. മരിച്ചതിന് ശേഷം ആ മനുഷ്യനോട് റഹ്മാൻ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയാണ്, ഉക്തുബ് അമലക, മോനെ നീ നല്ല അമലുകൾ ഒന്ന് എഴുതൂ. ആ സമയത്തോ മരിച്ചു കിടക്കുന്ന മയ്യത്തോ ആ ഖബറാളി പറയാണ്, ലൈസ മഈ ദവാ വലാ ഖിർതാസ്. എഴുതാൻ എന്റെ കയ്യിൽ മഷിയില്ല, പേനയില്ല, എഴുതാനുള്ള ഒന്നും എന്റെ കയ്യിലില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ എഴുതുകയെന്ന് ചോദിക്കുമ്പോ ആ മലക്കിന്റെ മറുപടി എന്താണെന്നറിയോ? ഹൈഹാത്ത് ഖിർതാസുക വമിദാദുക റീഖുക വഖലമുക ഇസ്ബഉക. ആരടാ പറഞ്ഞത് ഇവിടെ കടലാസില്ല എന്ന്? ആരടാ പറഞ്ഞത് ഇവിടെ മഷിയില്ല എന്ന്? ആരടാ പറഞ്ഞത് ഇവിടെ പേനയില്ല എന്ന്? എടാ, കടലാസല്ലേ അത്? അതേ നില്ല ഉമിനീരല്ലേ നിന്നെ മഷി? അതുപോലെ നില്ല കൈവിരലുകളല്ലേ നിനക്ക് എഴുതാനുള്ള പേന? ഇതും പറഞ്ഞിട്ടോ ആ മലക്ക് അവന്റെ കഫം മുടയിൽ നിന്നൊരു കഷ്ണമങ്ങ് മുറിച്ചിട്ട് ഇവന്റെ കയ്യിലേക്ക് നൽകുന്നു. എന്നിട്ട് ജീവിതകാലം മുഴുവനും ചെയ്ത അമലുകളോ ആ കഫം മുടയിൽ എഴുതാൻ പറയുന്നു. മനുഷ്യനതാ എഴുതാൻ തുടങ്ങുകയാണ്. وإن كان غير كاتب في الدنيا وإن كان غير كاتب في الدنيا. ദുനിയാവിൽ എഴുതാൻ അറിഞ്ഞുകൂടാത്ത ആളാണെങ്കിലും അവിടുന്ന് അവൻ എഴുതാൻ തുടങ്ങുന്നു. ഫയദ്കുറു ഹീനഇദിൽ ഹസനാതിഹി വസയ്യിആതിഹി. ആ
ആ സമയത്തോ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകളും നന്മകളും ഓർത്തെടുത്തുകൊണ്ട് ആ കഫംപുടവയിൽ ഉമിനീരാകുന്ന മഷി ഉപയോഗിച്ച് അതേ വിരലുകളാകുന്ന പേന ഉപയോഗിച്ച് നന്നായി ഒന്നുപോലും വിട്ടുപോകാതെ എഴുതുകയാണ്. സുബ്ഹാനല്ലാഹ്. അതങ്ങ് എഴുതി കഴിഞ്ഞാൽ ആ റൗമാൻ എന്ന് പറയുന്ന മലക്ക് അതിനെ ചുരുട്ടിയിട്ട് അവന്റെ പെരടിന്റെ ഭാഗത്തുനിന്ന് കെട്ടിവെക്കും. അവൻ ചെയ്ത അമല് അവന്റെ തലഭാഗത്ത് ആ മലക്കുകൾ കെട്ടിവെക്കുകയാണ്, പെരടിയിൽ കെട്ടിവെക്കും. ആ പരിപാടി അങ്ങ് കഴിഞ്ഞാൽ ഫത്താനാൽ ഖബരി, അപ്പോഴാണ് മുൻകർ നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ വരുന്നത്. മുൻകർ എന്ന് പറഞ്ഞ കണ്ടാ പേടി തോന്നുന്ന ആളായതുകൊണ്ടാണ് മുൻകർ എന്ന് പേര് വെച്ചത്. നക്കീർ എന്ന പേര് വെക്കാൻ കാരണം മുൻ പരിചയമില്ലാത്ത ആളായതുകൊണ്ടാണ് നക്കീർ എന്ന പേര് വെച്ചത്. ചില ഉലമാ ശാഫഈ മദ്ഹബിൽ തന്നെയുള്ള വലിയ പണ്ഡിതന്മാര് പറയുന്നത് കാണാം, കാഫിരീങ്ങളുടെ അടുക്കലേക്ക് വരുന്ന മലക്കുകൾക്കാണ് മുൻകർ നക്കീർ എന്ന് പറയാം. മുഅ്മിനീങ്ങളുടെ അടുക്കലേക്ക് വരുന്ന മലക്കിന്റെ പേര് മുബശ്ശിർ ബശീർ എന്ന് ശാഫഈ മദ്ഹബിൽ തന്നെ പെട്ട വലിയ ഉലമാ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുബശ്ശിർ ബശീർ എന്നാണ് മുഅ്മിനീങ്ങളുടെ അടുക്കൽ ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകളുടെ പേര്. കാഫിരീങ്ങളുടെ അടുക്കൽ വരുന്നത് മുൻകർ നക്കീർ. സുബ്ഹാനല്ലാഹ്. ആ രണ്ട് മലക്കുകൾ വരികയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ആ മലക്കുകളുടെ രൂപം ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരുന്നു. അവിടുന്ന് പറയാണ്, വഹുമാ മലക്കാനി അസ്വദാ, കറുത്തിരുണ്ട രൂപത്തിലാണ് ആ മലക്കുകൾ ഉള്ളത്. മലക്കാനി അസ്വദാനി അസ്റാഖാനി ശഅറാഹുമാ അസ്വാബി അർരിജ്ലൈനി. സുബ്ഹാനല്ലാഹ്. ആ മലക്കുകളതാ കറുത്തിരുണ്ട രൂപത്തിലാണ് ഉള്ളത്. മാത്രമല്ല ആ മലക്കുകള് അവരുടെ തേറ്റപ്പല്ലുകൊണ്ട് ഭൂമി ഇങ്ങനെ കുഴിഞ്ഞു പോവുകയാണ്, ഭൂമി ഇങ്ങനെ കുഴിക്കുന്നുണ്ടോ ആ രൂപത്തിലാണ് ആ മലക്കുകൾ വരുന്നത്. അവരുടെ തലയിലുള്ള മുടികളതാ ഭൂമിയിലൂടെ ഇങ്ങനെ ഇഴയുന്നുണ്ടോ. കലാമുഹാ കർറഅദിൽ ഖാസിഫീ, വലിയ ഇടിമുഴക്കം പോലത്തെ ശബ്ദമാണ് ആ മലക്കുകളുടെ ശബ്ദം. മാത്രമല്ല വഅയുനുഹുമാ കൽബർഖി ഖാതിഫീ, വലിയ മിന്നൽ പോലെയാണ് അവരുടെ കണ്ണിൽ തീജ്ജാലുകൾ വരുന്നത്. അവര് സംസാരിക്കുമ്പോ വായിൽ നിന്ന് തീ ഇങ്ങനെ പാറുകയാണ്. വനഫസഹുമാ കർരീഹിൽ ആസിഫീ, അവരുടെ ശ്വാസമില്ലേ കൊടുങ്കാറ്റ് പോലെയാണ്. എല്ലാം കൊണ്ടും വലിയ ഭീകരമായ രൂപത്തിലാണ്. ബിയദി കുല്ലി വാഹിദിൻ മിൻഹുമാ മുഖ്മിഉം മിൻ ഹദീദ്, എല്ലാ ആളുകളുടെയും കയ്യിലോ മുൻകർ നക്കീറിന്റെയും കയ്യിലോ വലിയ ഇരുമ്പിന്റെ ദണ്ഡുകളുണ്ടോ. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ലവിജ്തമ അലൈഹി സഖലാനി മാ റഫഅ. മോനെ, ആ മലക്കുകളുടെ കയ്യിലുള്ള ഇരുമ്പിന്റെ ദണ്ടില്ലേ, ലോകത്തുള്ള സകല മനുഷ്യന്മാരും അതുപോലെ ലോകത്തുള്ള സകല ജിന്നുകളും ഒരുമിച്ച് കൂടിയിട്ടോ അതിനെ ഒന്ന് അനക്കാൻ ശ്രമിച്ച അതിനെ അനക്കാൻ കഴിയൂല.
നക്കീറിനെയും കയ്യിലുള്ള ഇരുമ്പിന്റെ ദണ്ടില്ലേ, ലോകത്തിലെ ജനങ്ങളും അതുപോലെ ജിന്നുകളും അവരെല്ലാവരും കൂടെ ഒരുമിച്ചു നിന്ന് പൊക്കിയാലും പൊക്കാൻ കഴിയൂല. അത്രയും വലിയ രൂപത്തിലുള്ള ഇരുമ്പിന്റെ ദണ്ടുകളാണ് ആ മലക്കുകളുടെ കയ്യിലുള്ളത്. മാത്രമല്ല, അതുകൊണ്ട് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ ഒരൊറ്റ അടിയടിച്ചാൽ ലജഅലഹു ദക്കാ, ആ പർവ്വതം പൊടി പൊടിയായി മാറിപ്പോകുന്നതാണ്. മുൻകറിന്റെ കയ്യിലുള്ള മനുഷ്യന്മാരും ജിന്നുകളും മുഴുവനും ഒരുമിച്ച് കൂടിയാലും അനക്കാൻ പോലും കഴിയാത്ത ആ ദണ്ട്, അതുകൊണ്ട് ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ ഒരൊറ്റ അടിയടിച്ചാൽ ലജഅലഹു ദക്കാ, അത് ധൂളികളായി മാറിപ്പോകുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മലക്കുകൾ വരും, എന്നിട്ട് അവരെന്താ ചെയ്യുക? ഈ മയ്യത്തിന് രണ്ടാമതും ജീവൻ കൊടുക്കുക. ശരീരത്തിന് പൂർണ്ണമായിട്ടും ജീവൻ തിരിച്ചു നൽകുമെന്ന് ഒരു കീലകാണ്, ദുർബലമായ അഭിപ്രായം. എന്നാൽ പ്രബലമായ അഭിപ്രായ പ്രകാരം നെഞ്ചിന്റെ മുകളിലോട്ട് അവന് ജീവൻ നൽകും. നെഞ്ചിന്റെ മുകളിലോട്ട് രണ്ടാമതും ജീവൻ നൽകും. അനങ്ങാനൊന്നും അവന് കഴിയൂല. പറയുന്നത് കേൾക്കും, മുന്നിലുള്ളവരെ കാണും, ഇത് മാത്രമേ കഴിയൂ. അനങ്ങാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും അവന് കഴിയൂല. ആ രൂപത്തിൽ അവനെ തിരിച്ച് അല്ലാഹു തആല ജീവൻ നൽകുകയാണ്. ആ മനുഷ്യനെ മലക്കുകൾ ചെന്നു അവരെ ജീവിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. ആ മലക്കുകൾ അവനോട് ചോദ്യം ചോദിക്കുകയാണ്. അവനെ എഴുന്നേറ്റ് ഇരുത്തിച്ചതിന്റെ ശേഷം ചോദ്യം ചോദിക്കും. അപ്പൊ ആ ഖബറിലുള്ള മണ്ണ് വെള്ളം പോലെയാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിങ്ങൾ കണ്ടില്ലേ, മുങ്ങിയും പൊങ്ങിയും ഇങ്ങനെ കളിക്കും. അതുപോലെയാണ് ആ ഖബറിലുള്ള മണ്ണ് ഉണ്ടാവുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, വഖദ് സ്വാറ തുറാബു ലഹു കൽമാ, അവിടെയുള്ള മണ്ണ് വെള്ളം പോലെയാണ്. അവരെ അടിച്ചാൽ അങ്ങ് താന്നുപോകും. ആ രൂപത്തിലാണ്. അങ്ങനെ അവര് ചോദ്യം ചോദിക്കും, മൻ റബ്ബുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇമാമുക. ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വലിയ വലിയ ആലിമീങ്ങളായ വലിയ ഔലിയാക്കന്മാരായ ആളുകളില്ലേ, ആ ആളുകൾ മലക്കുകളോട് തിരിച്ചു ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? വമൻ വക്കലകുമാ അലയ്യാ വമൻ അർസലകുമാ അലയ്യാ. അതേ, വമൻ വക്കലകുമാ അലയ്യാ വമൻ അർസലകുമാ ഇലയ്യാ. ഇതൊക്കെ ചോദിക്കാൻ ആരാ നിങ്ങളെ പറഞ്ഞയച്ചത്? എന്നോട് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ പറഞ്ഞയച്ചതോ? ഇതാരാ ചോദിക്കുക? മലക്കുകളോട് തിരിച്ചു ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. വഹാദാ ലാ യഖൂലുഹു ഇല്ലൽ ഉലമാഉൽ അഹ്യാ. വലിയ വലിയ ആലിമീങ്ങൾ, മഹാന്മാരായ ആളുകൾ മലക്കുകളോട് തിരിച്ച് ഈ രൂപത്തിലുള്ള ചോദ്യം ചോദിക്കുകയാണ്. എന്നാൽ ആലിമീങ്ങളൊന്നുമല്ല, ഔലിയാക്കന്മാരുമല്ല, സാധാരണ മുഅ്മിനീങ്ങളായി ജീവിച്ച ആളുകളില്ലേ, ആ ആളുകളെ കുറിച്ച് ഹബീബായ തങ്ങൾ തന്നെ പറയുന്നത് കാണാം. ഈ റൂമാൻ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് അമലുകളെല്ലാം എഴുതാൻ പറഞ്ഞ് ആ അമലുകളെല്ലാം തന്നെ പരടിയിൽ കെട്ടിവെച്ചിട്ടങ്ങ് പോകും. പിന്നീട് മുൻകറും നക്കീറും വരുന്നതിന് മുമ്പ് ഒരാളുകൂടെ അവരേക്ക് വരികയാണ്. സാധാരണ മുഅ്മിനായ ആളാണെങ്കിലോ അവിടേക്ക് വദൂനഹു ഫിൽ മൻസിലത്തിൽ മുഅ്മിനിൽ ആമിലിൽ ഖൈറു ലൈസ മഅഹു ഹള്ളും മിനൽ ഇൽമി വലാ മിൻ അസ്റാറിൽ മലകൂതി യലിജു അലൈഹി അമലുഹു ഖൈബറുമാ.
ഫീ അഹ്സനി സൂറത്തിൻ ത്വയ്യിബിർ റീഹി, നല്ല പരിമളവും പരത്തിയിട്ട് നല്ല കാണാൻ രസമുള്ള രൂപത്തിലോ അവൻ ഈ ദുനിയാവിൽ നിന്ന് ചെയ്ത അമലുകൾ ഒരു നല്ല മനുഷ്യന്റെ രൂപത്തിൽ ആ ഖബറിലേക്ക് വരികയാണ്. റഹ്മാൻ എന്ന് പറയുന്ന മലക്ക് വന്ന് തിരിച്ചുപോയി. മുൻകർ നക്കീർ എന്ന് പറയുന്ന ആ മലക്കുകൾ വന്നിട്ടുമില്ല. അവര് വരുന്നതിന് തൊട്ടു മുമ്പോ അവൻ ചെയ്ത അമലുകളതാ മനുഷ്യന്റെ രൂപത്തിൽ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അമാ തഅരിഫുനീ, മോനെ നിനക്ക് എന്നെ അറിയാമോ, എന്നെ പരിചയമുണ്ടോ? ഈ മയ്യത്ത് ചോദിക്കും, മല്ലൻ തല്ലദീ മന്നല്ലാഹു അലയ്യ ബിക ഫീ ഗുർബതി, ഞാൻ ഈ ഒറ്റപ്പെട്ട സമയത്ത് എന്നിലേക്ക് നിന്നെ അയച്ചത് ആരാണ്, നീ ആരാണ്? ഇത് ചോദിക്കുമ്പോ ആള് പറയാണ്, അന അമലുക സ്വാലിഹോ. യുവാക്കളെ, ഇന്ന് സൊറ പറയുമ്പോ ചിരിക്കാൻ കുറെ കൂട്ടുകാരുണ്ടോ? മയക്കുമരുന്നില്ല ഗുളിക വാങ്ങി കഴിക്കുമ്പോ കമ്പനി കൂടാൻ ആളുകളുണ്ടോ? അതുപോലെ പെണ്ണിനോട് കമന്റടിക്കുമ്പോ നിന്റെ കൂടെ കൂട്ടുകൂടാൻ ആളുകളുണ്ടോ? അതുപോലെ സിനിമ കാണാൻ കമ്പനിയുണ്ടോ? ഹറാമ് ചെയ്യാൻ കൂട്ടാളികളുണ്ടോ? എന്നാൽ നീ ഒറ്റയ്ക്ക് കിടക്കേണ്ട ഖബറില്ലയോ? ആ ഖബറിൽ നിനക്ക് ആശ്വാസം തരാ. നിന്റെ കൂടെ സിനിമ കണ്ടവൻ വരുമോ? നിന്റെ കൂടെ കള്ള് കുടിച്ചവൻ വരുമോ? നിന്റെ കൂടെ രസം പറഞ്ഞവൻ വരുമോ? ആളുകളെ കളിയാക്കിയവൻ വരുമോ? ആ ഖബറിൽ നീ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നിന്നെ സമാശ്വസിപ്പിക്കാൻ, നിനക്ക് ആശ്വാസം തരാൻ, നിന്നെ സമാധാനിപ്പിക്കാൻ അവിടെ വരുന്നതോ അൽ അമലു സ്വാലിഹു. നീ ചെയ്ത നല്ല നല്ല അമലുകളാണ്. നിസ്കാരമാണ് വരുന്നതോ, നോമ്പാണ് വരുന്നതോ, ഈ രൂപത്തിലുള്ള മജ്ലിസുകൾക്ക് വേണ്ടി ഓടി നടന്ന് ഇഖ്ലാസോടെ അധ്വാനിച്ച പ്രവർത്തനങ്ങളാ വരുന്നതോ, ഇതുപോലെയുള്ള നല്ല നല്ല അമലുകൾ നല്ല നീയത്തോടുകൂടെ ഇരുന്ന ഇരുത്തമാ വരുന്നതോ, ബസ് സ്റ്റോപ്പിലിരുന്ന് സൊറ പറഞ്ഞാ നിനക്കവിടെ കൂലിയല്ലല്ലോ കിട്ടുക, അതുപോലെ മൊബൈലിൽ വേണ്ടാത്തത് കണ്ടാ നിനക്ക് കൂലിയല്ലല്ലോ കിട്ടുക. അതേ മുൻകറും നക്കീറുമാകുന്ന ഭീകരരായ മലക്കുകൾ വരുന്നതിന് മുമ്പ് അവൻ ദുനിയാവിൽ ചെയ്ത അമലുകൾ വന്നിട്ട് അവനോട് പറയാൻ, മോനെ فأما قليل يلج عليك منكر ونكير. ഇതാ അല്പനേരം കഴിഞ്ഞാൽ മുൻകറും നക്കീറുമാകുന്ന മലക്ക് വരാൻ പോവുകയാണ്. ആ സമയത്ത് ഫലാ തഹ്സൻ, പൊന്നുമോനെ നീ ബേജാറാകണ്ട, പൊന്നുമോനെ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരുടെ ചോദ്യവും പറയാനുള്ള മറുപടിയും ആ അമലു സ്വാലിഹ് പറഞ്ഞു കൊടുക്കുന്നു. നിസ്കാരം വന്നിട്ട് പറയും, മോനെ ഞാൻ അങ്ങോട്ട് പോയാൽ കുറച്ച് കഴിയുമ്പോൾ മുൻകറും നക്കീറും വരും. അവര് നിന്നോട് ചോദ്യം ചോദിക്കും. നീ പേടിക്കരുത് കേട്ടോ, നീ ഭയപ്പെടരുത് കേട്ടോ, നീ ടെൻഷൻ അടിക്കണ്ട. ഈ ചോദ്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുക. എന്ന മറുപടിയൊക്കെ നീ പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തആല നല്ല മുഅ്മിനീങ്ങളിൽ നമ്മൾ സുബ്ഹാനല്ലാഹ്
അങ്ങനെ മഹാനായ മുൻകറും നക്കീറുണ്ട്. ഈ മനുഷ്യനെ ഏതെങ്കിലും രൂപത്തിൽ അവിടെ വെച്ച് ശിക്ഷിക്കാൻ മുൻകറും നക്കീറും ഒരുങ്ങിയ നിസ്കാരം വന്ന് സമരം ചെയ്യും. സമ്മതിക്കൂല, ഞാൻ സമ്മതിക്കൂല ഇവനെ അദാബാക്കാൻ. സ്വതക്ക വരും, ഞാൻ സമ്മതിക്കൂല ഇവനെ തൊടാൻ. സക്കാത്ത് വരും, ഞാനും അനുവദിക്കൂല. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് മലക്കുകളോട് അവിടെ വന്ന് തർക്കിക്കുകയാ. അല്ലാഹു ധാരാളം അമല് ചെയ്യാനുള്ള വലിയ തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ഖബറിൽ, ആ ഖബറിൽ വലിയ അദാബുകൾ, ആ മലക്കുകളുടെ ചോദ്യങ്ങൾക്കെങ്ങാനും മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് വലിയ അദാബാണ്. അവിടെ കാര്യമായിട്ട് ഫൈനൽ റിസൾട്ട് തീരുമാനിക്കുന്ന ചോദ്യം ഏതാണെന്നറിയോ? എന്നോട് ചോദിക്കും, എന്ന് റബ്ബുക്ക, നിന്റെ റബ്ബാരാണ്? നിന്റെ മതമേതാണ്? നിന്റെ ഇമാമാരാണ്? നിന്റെ സഹോദരങ്ങൾ ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചു.